അപ്പോൾ അഭിയേട്ടനും ശിവയും തമ്മിലുള്ള പ്രശ്നം പാറുവിന് അറിയോ? യാമി സംശയത്തോടെ ചോദിച്ചു. ഏയ്, ആ ബുദ്ധൂസിന് പിണങ്ങാൻ പ്രശ്നമൊന്നും അറിയണമെന്നില്ല. സച്ചുനും ശിവയ്ക്കും ഇഷ്ടമല്ലാത്തത് അവൾക്കും ഇഷ്ടമല്ല, അത്ര തന്നെ. അഭി ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ യാമിയെ നോക്കി. വിഷമിക്കേണ്ട, നിങ്ങളുടെ ടീമിലേക്ക് എന്നെ കൂടെ ചേർത്തിട്ടുണ്ട് പുള്ളിക്കാരി. ആ നിമിഷത്തെ നിസാരവൽക്കരിക്കാൻ എന്നോണം യാമി ഒരു ചിരിയോടെ പറഞ്ഞു. പതിവ് പോലെ വൈകിട്ട് 7 മണിയോടെയാണ് ശിവ വീട്ടിലെത്തിയത്. അകത്തേക്ക് കയറിയതേ കാണുന്നത് സോഫയ്ക്ക് ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്ന തൻ്റെ കുടുംബത്തെയാണ്. ഇതിപ്പോൾ എന്താ കാര്യമെന്ന് മനസ്സിലാവാതെ അവൻ ആ കൂട്ടത്തെ നോക്കിക്കൊണ്ട് മെല്ലെ അകത്തേക്ക് നടന്നു. നല്ല വേദനയുണ്ടെങ്കിൽ ഒന്ന് അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോവാബി. ആരോടും ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്ന ശിവയെ കാണി രാജശേഖരൻ തെല്ല് കടുപ്പത്തിൽ അബിയോട് പറഞ്ഞു. ശിവയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞെങ്കിലും അവൻ അങ്ങോട്ട് നോക്കിയതേയില്ല. ഹോസ്പിറ്റലിൽ പോണോ യാമി? അബി കരുതലോടെ അവളോട് ചോദിച്ചു. യാമിയുടെ പേര് കേട്ടതും പടികൾക്ക് നേരെ നടന്നവൻ മെല്ലെ കിച്ചണിലേക്ക് അവൻ്റെ നടത്തം തിരിച്ചു. വേണ്ട, തൈലം ഇട്ടില്ലേ, മാറിക്കോളും. വേദന സഹിച്ചുകൊണ്ടുള്ള യാമിയുടെ മറുപടി. ശിവ സുമതി ചേച്ചിയെ കടന്നൊരു ഗ്ലാസ് എടുത്ത് ഇത്തിരി വെള്ളം എടുത്തു കുടിപ്പിച്ചു. നടക്കുമ്പോൾ നോക്കി നടക്കണ്ടേ എൻ്റെ മോളെ, എങ്കിലിപ്പോൾ ഈ വേദന സഹിക്കണോ? സരസ്വതി അമ്മയുടെ ആവലാതയോടുള്ള ആ ചോദ്യം കേൾക്കാം. ചെരുപ്പ് മടങ്ങിപ്പോയതമ്മ, കുഴപ്പമില്ല, നാളെ ആവുമ്പോഴേക്കും മാറുമായിരിക്കും. യാമി എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ വെള്ളം കുടിച്ച ഗ്ലാസ് തിരികെ വെച്ചുകൊണ്ട് റൂമിലേക്ക് തന്നെ നടന്നു. ആ ശിവ, നീ വന്നോ? ഇതുണ്ടോ, കാറിൽ നിന്നിറങ്ങുമ്പോൾ മോളുടെ കാലൊന്നും മടങ്ങി. ഇപ്പോൾ വേദന കാരണം നടക്കാൻ വയ്യ. പടികൾ കയറി റൂമിലേക്ക് പോകുന്ന ശിവയെ കണ്ടതും സുഭദ്രാമ അവനെ നോക്കി പറഞ്ഞു. ശേഖരനല്ലാതെ ബാക്കി എല്ലാവരും അപ്പോഴാണ് അവനെ അവിടെ ശ്രദ്ധിക്കുന്നത്. യാമിയുടെ കണ്ണുകൾ അവനെ ഒന്ന് നോക്കുമ്പോഴേക്കും അമ്മ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൻ റൂമിലേക്ക് നടക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത അവനോട് അമ്മയല്ലാതെ ഇതൊക്കെ പറയോ? താൻ ചൊടിയോടെ അമ്മയെ നോക്കി ചോദിച്ചു. അബി, നീ മോളെ ഒന്ന് റൂമിലേക്ക് ആക്കി കൊടുത്തേ. കാലനക്കാതെ കുറച്ചു നേരം നീട്ടി വെച്ച് നോക്കാം. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സുഭദ്രാമ അമ്മയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഏയ് വേണ്ട, ഞാൻ നടന്നോളാം, ഇപ്പോൾ വേദന കുറവുണ്ട്. അബി അവളെ എടുക്കാൻ എന്നോണം മുന്നോട്ട് വന്നതും യാമി ഒരു വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാൽ കുഞ്ഞോളെ, നീ ഒന്ന് മോളെ പിടിച്ച് റൂമിലേക്ക് ആക്കി കൊടുത്തേ. അവളുടെ ആ വല്ലായ്മ മനസ്സിലാക്കി സുഭദ്രാമ്മ കുഞ്ഞോളെ നോക്കി പറഞ്ഞതും കുഞ്ഞോൾ വന്ന് യാമയെ 2 കൈ കൊണ്ടും താങ്ങി പിടിച്ചെങ്ങനെയൊക്കെയോ റൂമിലേക്ക് നടന്നു. വളരെ പതുക്കെ കൊക്കി കൊക്കിയാണ് കുഞ്ഞോൾക്കൊപ്പം യാമി റൂമിലേക്ക് നടന്നത്. കുഞ്ഞോൾ അവളെ മെല്ലെ ബെഡിലേക്ക് ഇരുത്തി നിരുമ്പോഴാണ് ശിവ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത്. കുഞ്ഞോളും യാമിയും ഒരുപോലെ അവനെ ഒന്ന് നോക്കി. ഒരു മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. കഴുത്തിലൂടെ ഒരു ടവലും പുതച്ചിട്ടുണ്ട്. ഒടിഞ്ഞോ? കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്ന് തീർത്തും ലാഘവത്തോടെ അവൻ കുഞ്ഞോളെ നോക്കി ചോദിച്ചു. ഒന്ന് പോയേട്ടാ, ഒടിഞ്ഞിട്ടൊന്നുമില്ല. അമ്മ പറഞ്ഞില്ലേ, കാറിൽ നിന്നിറങ്ങിയപ്പോൾ കാല് മടങ്ങിപ്പോയതാ, ഉളുക്ക് വീണതാന്ന് തോന്നുന്നു. ശിവയുടെ മുഖത്തെ കരുണയില്ലായ്മ കാണി ചെറിയൊരു ദേഷ്യത്തോടെ കുഞ്ഞോള് പറഞ്ഞു. നടക്കുമ്പോൾ മാനത്ത് നോക്കി നടന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവൻ അലസമായി പറഞ്ഞുകൊണ്ട് തോളിലൂടെ ഇട്ട് നെഞ്ചു പുതച്ച ടവലെടുത്ത് തല നന്നായി തോർത്തി. യാമ അതൊന്നും കേൾക്കണ്ട, കിടന്നോ, ഈ ഏട്ടൻ ഇങ്ങനെ തന്നെയാ. കുഞ്ഞോളൊരു ചൊടിയോടെ ശിവയെ നോക്കി പിന്നെ യാമയോടായി പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി. ശിവയുടെ കണ്ണുകൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല തോർത്തുന്നവനിലാണ്. ഒത്തിരിയൊന്നും അവനിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും ഒരു നോട്ടം, വെറുതെയെങ്കിലും ആശുപത്രിയിൽ പോകണോ എന്നൊരു ചോദ്യം. അവളുടെ കണ്ണുകൾ കലങ്ങി. പിന്നെ അവൻ്റെ ഉള്ളിൽ തനിക്കുള്ള സ്ഥാനം ഓർക്കെ അതേ വേഗത്തിൽ തന്നെ ആ കണ്ണുകൾ തെളിയുകയും ചെയ്തു. തല തോർത്തിക്കൊണ്ട് തന്നെ ശിവ അവൻ്റെ ഓഫീസിൽ ബാഗിൽ നിന്നും ലാപ്പ് എടുത്ത് സൈഡ് ടേബിളിനടുത്തേക്ക് നടന്ന് അത് ചാർജ് ചെയ്യാൻ വെച്ചു. പിന്നെ തീർത്തും സ്വാഭാവികമായൊരു ഭാവത്തിൽ യാമി ഒന്ന് നോക്കി മെല്ലെ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. എവിടെ നോക്കിയാടി മാമി നീ നടന്നേ? പതിവ് ചാടിക്കടിയോടെയുള്ള ഒരു ചോദ്യത്തോടെ ബാത്റൂമിലേക്ക് കയറി ടവൽ അവിടെ വിരിച്ചിട്ട് കൊണ്ടവൻ അവളുടെ അടുത്തേക്ക് വന്നു. മാനത്ത് നോക്കി. എന്തേ? യാമ അവനെ നോക്കി കണ്ടിട്ടി. അവിടെ ആരാ? നിന്റെ തന്തയുണ്ടോ ഇത്ര നോക്കാൻ? അവൾ കാല് നീട്ടിയതിന് നേർക്ക് ബെഡിൽ വന്നിരുന്നു കൊണ്ടവൻ ചോദിച്ചു. എനിക്കുള്ളവരൊക്കെ അവിടെയാ. ദേഷ്യത്തിൽ മറുപടി പറയുമ്പോൾ യാമയുടെ കണ്ണുകൾ പിന്നെയും കലങ്ങി ചുവന്നു. ഭൂമിയിൽ നിന്ന് എന്നെ നേരെ നോക്കാൻ കെൽപ്പില്ലാത്ത അവർ മാനത്ത് നിന്ന് എന്ത് ചെയ്യാനാടി? ഇങ്ങോട്ട് കാണിക്ക്. ശിവ അടുത്ത് വന്നിരുന്നത് കണ്ട് നീട്ടിവെച്ച കാല് ബെഡിൽ നിന്ന് ഇറക്കി വെക്കാൻ ഒരുങ്ങിയതും അവളുടെ കാലിൽ പിടുത്തമിട്ടുകൊണ്ടവൻ പറഞ്ഞു. യാമി അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ശിവ തൻ്റെ കാൽ കൈ കൊണ്ട് പിടിക്കുന്നു എന്നത് അവൾക്കാകെ എന്തോ പോലെ തോന്നി. വേണ്ട, തൈലിട്ടിരിക്കുക, നീ കുളിച്ചതല്ലേ? അവളൊരു വെപ്രാളത്തോടെ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും കാല് വലിച്ചൂരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടങ്ങി നിൽക്ക്.
ശിവ ഒരു ഗൗരവത്തോടെ പറയുന്നതിനൊപ്പം അവളുടെ കാൽപാദം അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചതും യാമി കൂടുതൽ വെപ്രാളപ്പെട്ടു പോയി. ഇപ്പോൾ കുളിച്ചിറങ്ങിയവൻ്റെ നെഞ്ചിലെ ആ തണുപ്പ് തൻ്റെ കാൽപാദം തൊട്ടറിഞ്ഞ നിമിഷം ദേഹത്തെ കുഞ്ഞു രോമകൂപങ്ങൾ വരെ കോരി തരിച്ചു പോയി. ശിവ, നീ എന്താ ചെയ്യുന്നേ? വിട്ടേ. ദൃഢമായ അവൻ്റെ കൈകൾ മെല്ലെ ആ കാലിലൊന്നൊഴിയെ യാമി ഒരു പിടച്ചിലോടെ ചോദിച്ചു. ഇത് ശരിയാക്കണ്ടേ? ശിവ അവളെ നോക്കാതെ തന്നെ ചോദിച്ചു. അതിന് നിനക്കറിയോ ഇത് ശരിയാക്കാൻ? യാമി സംശയത്തോടെ അവനെ നോക്കി. അറിയോന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രപരമായി ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെയൊക്കെയല്ല ഓരോന്ന് പഠിക്കുന്നത്. ചുണ്ടിൽ മറച്ചു പിടിച്ചൊരു ചിരിയോടെ അവൻ അവളുടെ കാൽപാദം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു. ഡാർക്ക് റെഡ് നിറത്തിലുള്ള ബോട്ടം ആൻഡ് ടോപ്പും ആയതുകൊണ്ട് തന്നെ അവളുടെ കാൽപാദങ്ങൾക്കപ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. വെളുത്ത് നന്നേ മെലിഞ്ഞതല്ലാത്ത കൊച്ചുകുട്ടികളുടെ പോലെ വൃത്തിയുള്ള കാൽപാദം. അയ്യടാ, നിന്റെ പരീക്ഷണങ്ങൾക്ക് നിന്ന് തരാനൊന്നും എന്നെ കിട്ടില്ല. അതിനൊക്കെ പോയി നിന്റെ കെട്ടിയോ. അവൻ്റെ നെഞ്ചിൽ നിന്നും കാലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനൊപ്പം യാമി ചൊടിയോടെ പറഞ്ഞു വന്നതും പറഞ്ഞെന്ന് മുഴുവിപ്പിക്കാൻ കഴിയാതെ സ്റ്റക്കായി പോയി യാമി. എന്തോ ബാക്കി പറയുന്നില്ലേ? എന്തേ ബാക്കി പറയുന്നില്ലേ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് കാല് മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ എടുത്തു വെച്ചു. ദേ ശിവ, കളിക്കല്ലേ. ഞാൻ ശരിക്കും നല്ല വേദന എടുത്ത് നിൽക്കുക. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. യാമി ഒരു കെഞ്ചിലോടെ അവനെ നോക്കി പറഞ്ഞു. അവിടെ അടങ്ങിയിരിക്കടി മാമേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ദേ ഇത് കണ്ടോ, ഇവിടെയാണ് പറഞ്ഞു തീർക്കും മുന്നേ ശിവ അവളുടെ കാൽപാദം പിടിച്ചൊരൊറ്റ തിരിയായിരുന്നു. അയ്യോ, എന്ത് പണിയടത്തേണ്ടി നീ കാണിച്ചേ ദുഷ്ടാ. യാമി ഒരു നിലവിളിയോടെ അടുത്തിരുന്ന് തലേനെ എടുത്ത് അവനെ തല്ലിപ്പോയി. നിന്നോണ്ടല്ലടി ഞാൻ അടങ്ങിയിരിക്കാൻ പറഞ്ഞത്. ശിവ ഒരു ചോദ്യത്തോടെ അവളുടെ കാൽ പിടിച്ചവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചതും യാമി ബെഡിൽ നിന്നും മലർന്ന് കിടന്നുപോയി. ഇപ്പോൾ വേദനയുണ്ടോ? അവളുടെ കാൽ ഇടത്തോട്ടും വലത്തോട്ടും മെല്ലെ തിരിച്ചു കൊണ്ടവൻ ഒരല്പം സൗമ്യമായി ചോദിച്ചു. യാമിക്കിപ്പോൾ ശിവയുടെ മുഖം അത്ര വ്യക്തമായി കാണില്ല. കാലുയർത്തി അവൻ്റെ നെഞ്ചോരം വെച്ചത് കൊണ്ട് തന്നെ മുഖം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞു നോക്കിയാലേ കാണൂ. ഇല്ലോ. അയ്യോ, വേദന പോയി. യാമി അതിശയത്തോടെ പറഞ്ഞു. ഇപ്പോഴോ? അവളുടെ അതിശയം കാണാൻ ശിവ ഒരു ചിരിയുടെ കാലം മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ചലിപ്പിച്ചു. ഇല്ല ശിവ, ഇപ്പോൾ ഒട്ടും വേദനയില്ല. യാമി അതിശയം മാറാതെ അവനോട് പറഞ്ഞു. ശിവ അവളുടെ കാലിലെ പിടി വിടാതെ ഒന്ന് മോളി. താങ്ക്സ്. യാമി ചിരിയോടെ അവനെ ഒന്ന് നോക്കി. എന്തിന്? നാളെ രാവിലത്തെ കോഫി മുടങ്ങരുതെന്ന് കരുതി സഹായിച്ചതാ, വേറൊന്നുമല്ല. ചുണ്ടിലെ ചിരി മായാതെ അവളുടെ കാൽ ഒന്നുകൂടെ ഒന്നൊഴിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. എനിക്കറിയാം. യാമി മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. ഡീ മാമി. കുറച്ചു കഴിഞ്ഞതും ശിവ അവളെ മെല്ലെ വിളിച്ചു. യാമി അതേ മൂളലോടെ വിളി കേട്ടു. ഈ കാലെന്ത് ഇങ്ങനെ? അത്രമേൽ മനോഹരമായി ചുണ്ടിലൊതുക്കിയ ചിരിയോടെ അവൻ ചോദിച്ചു. എങ്ങനെ? യാമി സംശയത്തോടെ നെറ്റി ചുളിച്ചു. നീ ഈ കാല് വെച്ചല്ലേ നടക്കാറ്? ഇതെന്താ ഇങ്ങനെ പന്നിക്കെട്ട് പോലെ ഇരിക്കുന്നേ? വെളുത്തു ചുവന്ന അവളുടെ കാലിടയിൽ വിരൽ കൊണ്ട് മെല്ലെ ഇക്കിലിയിട്ട് കൊണ്ടവൻ ചോദിച്ചതും യാമി പിടഞ്ഞുയർന്നൊരു ചിരിയോടെ കാലവൻ്റെ കയ്യിൽ നിന്നും വലിച്ചുപോയി. ശിവ ചെറിയൊരു ചിരിയോടെ അവളെ നോക്കി അവിടുന്ന് എഴുന്നേറ്റു. ഒപ്പം യാമിയും ഒരു പിടച്ചിലോടെ എഴുന്നേറ്റു. ഒന്ന് നടന്നു നോക്ക്. ശിവ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. കാലിൽ ഏതോ തൈലം തേച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലും നെഞ്ചിലും ആകെ തലമായിട്ടുണ്ട്. അതൊന്ന് കഴുകിക്കൊണ്ടവൻ റൂമിലേക്ക് തിരികെ വന്നതും കാണുന്നത് യാമി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നോക്കുന്നതാണ്. മാറിയില്ലേ? അവൻ്റെ കണ്ണുകൾ അവളുടെ കാൽപാദത്തിലാണ്. ഒരു നെയിൽ പോളിഷ് പോലും ഇല്ലാതെ തന്നെ എന്തോ കണ്ണ് പറിച്ചെടുക്കാനാവാത്തൊരു ഭംഗി ആ പാദങ്ങൾക്കുള്ളതുപോലെ തോന്നി അവന്. മാറി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അല്ല, നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചേ? എത്ര പെട്ടെന്നാ വേദന പോയത്? യാമി ഒരു കൗതുകത്തോടെ അവനെ നോക്കി ചോദിച്ചു. ശിവ കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്തിടുകയാണ്. താഴെ ചെന്നാൽ അവർക്ക് ചോദിക്കും കാലെങ്ങനെയാ ശരിയായതെന്ന്. അപ്പോൾ നീ എന്ത് പറയും? അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കയ്യിൽ വാച്ച് കെട്ടി ഉടുത്തിരുന്നുമുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവൻ അവളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. നീ ശരിയാക്കിയെന്ന് പറയും. യാമി ചിരിയോടെ പറഞ്ഞതും ശിവ അവളുടെ മുഖത്തേക്ക് മുഖം ചെരിച്ചൊന്നു നോക്കി. കാലിലെ വേദന പോയ സന്തോഷത്തിൽ ചെറു ചിരിയോടെ നിൽക്കുന്നവൾ അവൻ്റെ കണ്ണുകൾക്ക് അവൾ ഒരു കൗതുകമായി മാറി തുടങ്ങുന്നു. അതൊന്നും പറയണ്ട, തന്നെ അങ്ങ് ശരിയായെന്ന് പറഞ്ഞാൽ മതി. അവൻ ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. അതെന്താ പറഞ്ഞ? ഞാൻ പറയും. യാമി പെട്ടെന്നൊരു നിർബന്ധം പോലെ അവനോട് പറഞ്ഞു. ഈ കാലം നേരെയാക്കാൻ മാത്രമല്ല തിരിച്ച് പഴയ പോലെ ആക്കാനും എനിക്ക് കഴിയും. അത് വേണോ? അവനൊരു ഭീഷണിയോടെ അവളോട് ചോദിച്ചതും യാമി ഒരു പരിഭവത്തോടെ അവനെ നോക്കി.
പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊരു വിചാരമൊന്നും വേണ്ട. നീ ഇതിനകത്ത് ഈ കാലം നീട്ടിയിരുന്ന മിനിറ്റിന് 40 പ്രാവശ്യം എന്ന പോലെ താഴെ നിന്നും ഓരോരുത്തർ നിന്റെ സുഖവിവരം തിരക്കി ഇങ്ങോട്ട് വരും. അതെനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാ. ഇത് ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. പക്ഷേ നിന്റെ അമ്മായച്ചനോടും ബാക്കിക്കാരോടും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ കരുതും നിന്നെ ഞാൻ ഭാര്യയായി അംഗീകരിച്ചെന്ന്. 5 മാസം കഴിഞ്ഞ് പിരിയാൻ പോകുന്ന നമ്മൾ എന്തിനാ വെറുതെ അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നത്? സോ അത് വേണ്ട. മനസ്സിലായോ? യാമയുടെ മുഖത്തേക്ക് നോക്കി അത്രയും കാര്യമായി അവൻ പറയെ വാടിയൊരു പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി തലയനക്കുക മാത്രം ചെയ്തു. എല്ലാം മറക്കും വിധം തെല്ലൊരു സന്തോഷം അവൻ കൊടുത്തെങ്കിൽ അതിന് ഇരട്ടി നൊമ്പരവും അവൻ തന്നെ ആ പെണ്ണിൻ്റെ നെഞ്ചിൽ ചൊരിഞ്ഞു. ഓഫീസിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം മൂകമായി നിൽക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. ഇല്ല. നീ എപ്പോഴാ വരിക? ഒത്തിരി വൈകുമോ? യാമി മെല്ലെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. 11:30 വരാം. അവൻ അവളുടെ കണ്ണിൽ ആ വല്ലായ്മ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. യാമി ഒരു മൂളലോടെ അവന് മുന്നിൽ നിന്നും കബോർഡിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു. ശിവ റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് നടന്നു. പടികൾ ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു അവനെ കാത്തുനിന്നോണം ഇരിക്കുന്ന അമ്മയെ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ശിവ, എനിക്ക് കുറച്ച് സംസാരിക്കണം. താഴേക്ക് എത്തിയതും സുഭദ്രാമ്മ അവനെ അടുത്തേക്ക് വിളിച്ചു. ശിവ തീർത്തും അലസമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു സിറ്റൗട്ടിൽ ഇരിക്കുന്ന അച്ഛനെ. ഇവിടെ ഇരിക്ക്, സുഭദ്രാമ്മ അവനെ അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇരിക്കാനൊന്നും നേരില്ലമ്മ, എനിക്ക് പോണം. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മ പെട്ടെന്ന് പറ. ശിവ വെറുതെ ധൃതി കൂട്ടി. ഇങ്ങോട്ട് പോകാം. നീ എന്താ മോനെ ഇങ്ങനെ? നിന്റെ ദേഷ്യം മാറാൻ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളോടല്ലേ ദേഷ്യം? അതെന്തിനാ ആ കുട്ടിയോട് കാണിക്കുന്നത്? പാവമല്ലേടാ. ഇത്രയും കാലം സന്തോഷം എന്താന്ന് പോലും ആ കുട്ടി അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതെ, അതിനെ വേദനിപ്പിക്കല്ലേടാ. നിന്റെ ഭാര്യയെ അവള്. ഞങ്ങളോടുള്ള ദേഷ്യത്തിൽ ആ കുട്ടിയോട് മനസാക്ഷിയില്ലാതെ പെരുമാറുമ്പോൾ അത് ഓർമ്മ വേണം. സുഭദ്രാമ്മ അത്രയും കാര്യമായി തന്നെ അവനോട് പറഞ്ഞു. മനസാക്ഷിയില്ലാത്തവൻ്റെ ജീവിതത്തിലേക്ക് ആ പെണ്ണിനെ തള്ളിയിട്ടതാരാ? നിങ്ങളല്ലേ, ഞാനല്ലല്ലോ. ആണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്, പറ്റില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ എന്തിനാ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ശിവ അമ്മയെ വല്ലാത്തൊരു ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? സുഭദ്രാമ്മ ദയനീയതയോടെ അവനോട് ചോദിച്ചു. എനിക്ക് നല്ലത് ചെയ്തു തരാം നിങ്ങളൊക്കെ എൻ്റെ ആരാ? അമ്മയാണോ എന്നെ പ്രസവിച്ചത്? അല്ലല്ലോ. ദേ ആയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ മകനാണോ ഞാൻ? അല്ലല്ലോ. പിന്നെ എന്തിന്? ആരെ കാണിക്കാനാണ് ഈ സ്നേഹം? എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ വ്യക്തമായി ഞാൻ പറഞ്ഞതാ. എൻ്റെ ജീവിതം അത് എൻ്റെ ഇഷ്ടമാണ്. അതിലാരും ഒരഭിപ്രായവും തീരുമാനം പറഞ്ഞ് വരണ്ടെന്ന്. എൻ്റെ മേലൊരു അവകാശവും നിങ്ങൾക്കാർക്കും ഇല്ല. ഇല്ലാത്ത അവകാശത്തിൻ്റെ പുറത്ത് എൻ്റെ ജീവിതത്തിൽ കയറി ഓരോ തീരുമാനങ്ങൾ എടുത്താൽ അതങ്ങ് കണ്ണടച്ചനുസരിക്കാൻ ശിവരതിന് മനസ്സില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ. അച്ഛനെന്നോ അമ്മയെന്നോ പറഞ്ഞാലും അതിലിടപെടാൻ വരണ്ട. സിറ്റൗട്ടിൽ ഇരിക്കുന്ന ശേഖരൻ കേൾക്കാൻ വേണ്ടി അല്പം ശബ്ദത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടവൻ അമ്മയ്ക്കരികിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ സുഭദ്രാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ നിറഞ്ഞ കണ്ണുകളോടെ അവർ സിറ്റൗട്ടിലേക്ക് ഇരിക്കുന്ന ശേഖരനെ ഒന്ന് നോക്കി. അയാൾ ഒരു ഗൗരവഭാവത്തിൽ ഇരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. എല്ലാം കേട്ടുകൊണ്ട് റൂമിലിരുന്ന അബിയുടെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ അവനൊപ്പം ഉണ്ടായിരുന്ന അജുവിൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു ആനന്ദഭാവമായിരുന്നു. ഇതെന്താ, അമ്മ കരഞ്ഞോ? ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം അനിക്കൊപ്പം പുറത്തുപോയോ തിരിച്ചു വന്ന താനോ സുഭദ്രാമ്മയുടെ കണ്ണുനീർ വാർന്ന മുഖത്തേക്ക് സംശയത്തോടെ നോക്കി ചോദിച്ചു. ഇല്ല, നിങ്ങൾ കഴിച്ചിട്ടാണോ വന്നത്? അടഞ്ഞു തുടങ്ങിയൊരു സ്വരത്തിൽ സുഭദ്രാമ്മ അവളെ നോക്കി ഒപ്പം തന്നെ ഉറ്റുനോക്കുന്ന അനിയെ കൂടെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. അതെ അമ്മേ, ഇവിടെ എല്ലാവരും കഴിച്ചില്ലേ? അച്ഛനെന്തേ? അമ്മയുടെ സങ്കടം എന്തിനായിരിക്കും എന്ന് പറയാതെ തന്നെ ഊഹിച്ചവൻ ഒരു ചോദ്യത്തോടെ അവരുടെ റൂമിലേക്ക് നടന്നു. അച്ഛൻ കിടന്നു. സുഭദ്രാമ്മ മെല്ലെ പറഞ്ഞുകൊണ്ടവനെ നോക്കി. ഇന്ന് നേരത്തെ കിടന്നു. റൂമിലേക്ക് നടന്ന അനി റൂമിലേക്ക് കയറാതെ അമ്മയെ തിരിഞ്ഞു നോക്കി ചോദിച്ചു. നിങ്ങൾ കിടന്നോ? സമയം ഒത്തിരി ആയില്ലേ? സുഭദ്രാമ്മ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. രുദ്രൻ വന്നില്ലേ? അമ്മയും അച്ഛനും ഇന്നീ നൊമ്പരപ്പെടുന്നത് ശിവ കാരണമാണെന്നുറപ്പുള്ളവൻ തെല്ലൊരു ഗൗരവത്തോടെ അമ്മയോട് ചോദിച്ചു. അതിനവൻ വീടുറങ്ങിയാലല്ലേ വരൂ. റൂമിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഓർണമെൻറ്റ്സ് എല്ലാം വായിച്ചു വെക്കുന്നതിനിടെ തനു പറഞ്ഞു. അല്ലമ്മേ, യാമയുടെ കാല് ശരിയായോ? തനുവിൻ്റെ ചോദ്യം കേട്ട് അനി അവളെ ഒന്ന് നോക്കി പേടിപ്പിക്കെ അത് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ അമ്മയോട് വിളിച്ചു ചോദിച്ചു. അത് ഭേദമായി മോളെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സുഭദ്രാമ്മ അവൾക്കുള്ള മറുപടിയും കൊടുത്ത് അനിയെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റൂമിലാണ്.
അനിയും മെല്ലെ റൂമിലേക്ക് കയറി ഡോർ അടച്ചു. ശിവ വരുമെന്ന് പറഞ്ഞ സമയം അപ്പോഴാണ് യാമി റൂമിൽ നിന്നും താഴേക്ക് വന്നത്. ഭക്ഷണം കഴിച്ചു പോയി ചെറിയൊരു മയക്കം കഴിഞ്ഞാണ് അവൾ വരുന്നത്. താഴെ എത്തി ഒരു 10 മിനിറ്റോളം അടുക്കളയിൽ നിന്നപ്പോഴാണ് ശിവ ഡോറിൽ തട്ടി വിളിച്ചത്. യാമി വേഗം ചെന്ന് ഡോർ തുറന്നു കൊടുത്തു. വാതിൽപ്പടിയിൽ ചാഞ്ഞു നിന്ന് സിഗരറ്റ് പുകയ്ക്കുന്നവനെ അതിഷ്ടപ്പെടാത്ത പോലെ തെല്ലൊരു ചൊടിയോടെ നോക്കിയവൾ. ചൊടിയോടെ തന്നെ നോക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കി ലാസ്റ്റ് ഒരു പുക ആഞ്ഞു വലിച്ചു കൊണ്ടവൻ ആ സിഗരറ്റ് ദൂരത്തേക്ക് എറിഞ്ഞു. പൊന്നുമോനിത് ഒരുപാട് പുകയ്ക്കുന്നുണ്ടല്ലോ. നെഞ്ചിൽ കൈപ്പിണച്ച് നിന്നൊരു ചോദ്യത്തോടെ അവൾ അവനെ നോക്കി. ശിവയെ അതിനൊരു മറുപടി പറയാതെ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. നീ ഏത് കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരെ ശിവ? ഇതെന്താ ദേഹത്തൊക്കെ പുല്ല്? അകത്തേക്ക് കയറിയവൻ്റെ പുറത്ത് ഷർട്ടിൽ പറ്റിപ്പിടിച്ച പുല്ല് തട്ടിക്കളഞ്ഞുകൊണ്ടവൾ ചോദിച്ചു. പോയി കിടക്കാൻ പുല്ല് മുളയ്ക്കാത്ത മരുഭൂമിയൊന്നും ഈ നാട്ടിലില്ല എൻ്റെ മാമി. അകത്തെ സോഫയിലേക്കൊന്ന് നോക്കി അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് അവളെ നോക്കി പറഞ്ഞു. ഓ, നാട്ടിലൊരു മരുഭൂമി ഇല്ലാത്തത് കൊണ്ടാവും എൻ്റെ മോൻ ഈ മനസ്സ് തന്നെ മരുഭൂമിയാക്കി നടക്കുന്നതല്ലേ? അടുക്കളവാതിൽ കുറ്റിയിട്ട് കൊണ്ട് അവൾ എന്നോട് ചോദിച്ചു. എൻ്റെ മനസ്സ് മരുഭൂമിയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ കയറി നോക്കിയോ? ശിവയെ അവളെ നോക്കി പുരികം ഉയർത്തിയ ഒരു ചോദ്യത്തോടെ നിന്നു. അതിപ്പോൾ അങ്ങോട്ട് കയറി നോക്കൊന്നും വേണ്ട മോനെ ശിവരുത്തെ. ഒരു പാവപ്പെട്ടവൾ ഇവിടെ കാലിന് വയ്യാതെ നിന്നപ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയില്ലേ? നിന്റെ മനസ്സ് മരുഭൂമി തന്നെയാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവന് നേർക്ക് നീട്ടിക്കൊണ്ടവൾ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ അവൾ നീട്ടിയ ഗ്ലാസ്സിലേക്കും പിന്നെ അവളുടെ കണ്ണിലേക്കുമായി നീണ്ടു. എന്തേ വേണ്ടേ? അവൻ നോക്കുന്നത് കാണാൻ യാമി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ മനസ്സ് മരുഭൂമിയായത് കൊണ്ടാണോടി നീ ഇപ്പോൾ ഈ 2 കാലിൽ നേരെ നിൽക്കുന്നത്? ആ പറഞ്ഞത് തീരെ പിടിക്കാത്ത പോലെ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു കൊണ്ടവൻ ആ വെള്ളം വാങ്ങി കുടിച്ചു. ഓ പിന്നെ, വലിയ കരുണയുള്ളവൻ വന്നിരിക്കുന്നു. സത്യം നീ തന്നെ പറഞ്ഞില്ലേ മോനെ? നട്ടപ്പാതിരാക്കി ഇങ്ങനെ കയറി വരുമ്പോൾ വാതിൽ തുറന്നു തരാനും രാവിലെ കോഫി മിസ്സാകാതെ കിട്ടാനും ഒക്കെയല്ലേ നീ എൻ്റെ കാല് ശരിയാക്കി തന്നെ. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ മനുഷ്യത്വം കൊണ്ടോ ഒന്നും അല്ലല്ലോ, ആണോ? യാമി ഇടുപ്പിന് കൈയും വെച്ച് അവന് തൊട്ടു മുന്നിൽ പോയി നിന്നുകൊണ്ട് ചോദിച്ചു. ഓ, സമാധാനം. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പോലെ നല്ല കൃത്യമായി മനസ്സിലാക്കി എടുക്കുന്നുണ്ട് എൻ്റെ മോള്. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം, എന്താണ് മാമി ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യത്വം? ഒന്ന് പറഞ്ഞേ. വെള്ളം കുടിച്ച ഗ്ലാസ് തിരികെ വെച്ച് യാമിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. ഇതാണ് ഈ മനുഷ്യത്വം എന്തെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം നിനക്ക് മനസ്സിലാക്കാം മോനെ ശിവരുദ്ധേ. ഒരാൾ വയ്യാണ്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളുടെ അടുത്തേക്ക് വന്ന് എന്ത് പറ്റിയെന്നൊന്ന് ചോദിച്ചു നോക്കാനുള്ള കരുണയെങ്കിലും കാണിക്കണം. നീ എങ്ങനെയാണെന്ന് അറിയോ? നിന്റെ കരുണയും സ്നേഹമൊക്കെ നീ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. ബാക്കിയുള്ളവർ നിന്റെ മുന്നിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചത്താലും ശരി, നീ തിരിഞ്ഞു നോക്കില്ല. യാമി അവൻ്റെ ഷർട്ടിൻ്റെ അഴിഞ്ഞു കിടന്ന 1-2 ബട്ടൺസ് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞതും ശിവയെ അവളെ നോക്കി ചെറിയൊരു ചിരിയോടെ മീശയൊന്ന് പിരിച്ചു വെച്ചു. നെഞ്ചും കാണിച്ച് നടക്കത്തേണ്ടി കണ്ട പെണ്ണുങ്ങളെ വശീകരിക്കാൻ. അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചെറിയൊരു കുശുമ്പോടെ അവനെ കേൾപ്പിക്കാതെ പുറമേ ഒരു ചിരിയോടെ നിന്ന് പിറുപിറുത്തു അവൾ. ഓ അങ്ങനെ, ശരി, ഞാൻ മനുഷ്യത്വമില്ലാത്തവനാണ്, സമ്മതിച്ചു. പക്ഷേ ഇതൂടെ പറ, മാമയുടെ കണക്കിൽ ആരൊക്കെയാ ഞാൻ സ്നേഹിക്കുന്നവർ? തൻ്റെ ബട്ടൺസ് ഇട്ട് തന്നവളുടെ കൈ മെല്ലെ എടുത്തു മാറ്റി അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടവൻ ചോദിച്ചു. അതത്ര വലിയ കണക്കൊന്നുമല്ല. 1-ാം സ്ഥാനത്ത് സച്ചേട്ടനും 2-ാം സ്ഥാനത്ത് പാറുവാണോ അതോ അൻവിയാണോ? അതെനിക്ക് സംശയമാണ്. 3-ാം സ്ഥാനത്ത് നിൻ്റെ സരസു. ഇത്രയേ ഉള്ളൂ നിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. യാമി കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കൊണ്ടൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ശിവ അവളെ നോക്കി അവിടെ അടുക്കള വാതിൽക്കൽ തന്നെ നിന്നു. സരസുവിന് എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ അന്ന് വയ്യാണ്ടായപ്പോൾ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയില്ലേ, അന്നാണ് നിൻ്റെ ലിസ്റ്റിൽ സരസു ഉണ്ടെന്ന് ഞാൻ കൺഫേം ചെയ്തത്. ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിൽക്കെ അടുക്കളയിൽ തന്നെ നിൽക്കുന്നവനെ നോക്കി അവൾ പറയെ ശിവയൊരു തലയാട്ടലോടെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. യാമി ഹാളിലെ ലൈറ്റ് കൂടെ ഓഫ് ചെയ്ത് തിരിഞ്ഞതും ശിവയെ അവളെ 2 കൈകൊണ്ടും പൊക്കിയെടുത്ത് പെട്ടെന്നായിരുന്നു. ശിവ, എന്താ ഈ ഒച്ച വെച്ച ആളെ കൂട്ടിയാൽ ഒന്നും നോക്കില്ല, ഞാൻ താഴെ ഇടും, പറഞ്ഞേക്കാം. യാമി ഒരു വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും കുതിരയിറങ്ങാൻ ശ്രമിച്ചതും ശിവ ഭീഷണിയോടെ പറഞ്ഞു. വൈകിട്ട് നീ കാല് വയ്യാതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇതുപോലെ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അവളെയും എടുത്തുകൊണ്ട് പടികൾ കയറിയ ശിവയെ അവളോട് മെല്ലെ പറഞ്ഞു. രാത്രിയായാൽ അടുക്കളയിൽ നിന്ന് റൂമിലെത്തും വരെ അവരുടെ സംസാരം മുഴുവൻ അത്രയും പതുക്കെയാണ്. പക്ഷേ യാമി അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കിടന്ന് വീണു പോകാതിരിക്കാൻ അവൻ്റെ നെഞ്ചോരം ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. പക്ഷേ അടക്കി പിടിച്ചൊരു ചിരിയോടെ അവളെയൊന്ന് നോക്കി.
ഇപ്പോൾ താഴെയിടും എന്നൊരു ഭാവത്തിൽ അവളുടെ പിടി അയച്ച് പേടിപ്പിച്ചതും യാമി ഒരു നടുക്കത്തോടെ കൂടുതൽ മുറുക്കത്തിൽ അവനെ പിടിച്ചുപോയി. ശിവയൊരു ചിരിയോടെ അവളുമായി റൂമിലേക്ക് കടന്ന് ഡോർ കാലുകൊണ്ട് തട്ടി അടച്ചു. പക്ഷേ യാമി വീണ്ടും ചോദിച്ചു. പക്ഷേ അങ്ങനെയൊക്കെ എടുത്തു കൊണ്ടുവരണമെങ്കിൽ മാമ എൻ്റെ ലിസ്റ്റിലില്ലല്ലോ, അതാ. മെല്ലെ അവളെ താഴെ നിർത്തിയൊരു കളിയാക്കി ചിരിയോടെ അവൻ പറഞ്ഞതും യാമി അവനെ നോക്കി ചുണ്ടൊന്ന് കൂട്ടി തിരിഞ്ഞു നിന്നു. അത് നീ പറയാതെ തന്നെ എനിക്കറിയാം ഞാൻ നിൻ്റെ ലിസ്റ്റിലില്ലെന്ന്. ഇനിയൊരിക്കലും ഉണ്ടാവില്ലെന്നും അറിയാം. എന്നാലും മനുഷ്യനായ എല്ലാ മനുഷ്യരോടും മനുഷ്യത്വം വേണമെടാ ദുഷ്ട. അവൾ ചൊടിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ വന്നിരുന്നതും ശിവ അവളെ നോക്കി ഒരു തലയാട്ടിലോടെ ബാത്റൂമിനകത്തേക്ക് നടന്നു. എന്തേ നോക്കുന്നേ? തന്നെ നോക്കിയുള്ള ആ തലയാട്ടിൽ തീരെ പിടിക്കാത്ത അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എങ്ങനെ നോക്കാതിരിക്കും? അത്രയ്ക്ക് നല്ല ബെസ്റ്റ് തലച്ചോറല്ലേ മാമിക്ക്. അവനൊരു കളിയാക്കലോടെ പറഞ്ഞതും യാമിക്ക് ശരിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ബാത്റൂമിലേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ചുകൊണ്ട് ശിവ അവളെ നോക്കി സൗമ്യമായി ചോദിച്ചു. ഇല്ല, എന്തേ? യാമി സംശയത്തോടെ അവനെ നോക്കി. എനിക്ക് വിശക്കുന്നുണ്ട്. ശിവ ഷർട്ടയച്ച് അലക്കാനിടുന്ന ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് മെല്ലെ പറഞ്ഞു. എന്ത്? യാമി അവനെന്താ പറഞ്ഞതെന്നൊരു സംശയത്തോടെ അവനെ നോക്കി ഒന്നുകൂടെ ചോദിച്ചു. എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. എനിക്ക് ചെവി കേൾക്കില്ലേ? അവൻ അവളെ ചൊടിയോടെ നോക്കി. അപ്പോൾ നീ ഒന്ന് കഴിച്ചില്ലേ? എന്താ വേണ്ടേ? ഫുഡൊക്കെ അമ്മ ഫ്രിഡ്ജിൽ വെച്ച് കാണില്ലേ? നിനക്ക് താഴേന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ? യാമി ഒട്ടും വൈകാതെ അവൻ്റെ അരികിലേക്ക് വന്ന് സംശയത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. മാമിക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും എടുത്തുതാ, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. അവനൊരു അലസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ, കഴിക്കോ? യാമി അവനെ ചോദ്യത്തോടെ അവനെ നോക്കി. ബുദ്ധിമുട്ടാവില്ലേ? ശിവ ചോദ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ഭർത്തല്ലേ മോനെ. വേഗം കുളിച്ചു വാ, ഞാനിപ്പോൾ വരാം. ബാത്റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് കൈയെത്തിച്ച് അവൻ്റെ താടിത്തുമ്പിലൊന്ന് പിടിച്ചു കൊഞ്ചിച്ച് പറഞ്ഞുകൊണ്ടവൾ റൂമിൽ നിന്നും അടുക്കളയിലേക്ക് തന്നെ നടന്നു. റൂമിൽ നിന്നും പോകുന്നവളെ നോക്കി നിൽക്കെ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു പോയി. ആ ചിരിയോടാണ് അവൻ കുളിച്ചിറങ്ങിയത്. അപ്പോഴേക്കും സൈഡ് ടേബിളിൽ നല്ല ആവി പറക്കുന്ന നൂഡിൽസും ഒരു കപ്പ് കോഫിയും റെഡിയായിരുന്നു. ഇന്നെന്താ സച്ചുവേട്ടൻ്റെ വീട്ടിൽ പോയില്ലേ? തല തോർത്തിക്കൊണ്ടൊരു ധൃതിയിൽ കഴിക്കാൻ വന്നിരിക്കുന്നവനെ നോക്കി ബെഡ്ഷീറ്റ് ഒന്ന് നേരെ വിരിച്ചുകൊണ്ട് യാമി ചോദിച്ചു. അവരൊക്കെ സച്ചുവിൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോയതാ വിവാഹം ക്ഷണിക്കാൻ. നാളെ വൈകിട്ടേ വരും. നിനക്ക് വേണോ? കഴിക്കുന്നതിനൊപ്പം അവളുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടവൻ അവളോട് ചോദിച്ചു. വേണ്ട, ഞാൻ കഴിച്ചതാ. യാമി അവനെ നോക്കി ചിരിയോടെ ബെഡിലേക്ക് ഇരുന്നു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? യാമി ചെറിയൊരു തിളക്കത്തോടെ അവനെ കണ്ണിലേക്ക് നോക്കി. എന്ത്, ഈ നൂഡിൽസോ? ശിവ കഴിച്ചുകൊണ്ട് അവളെ നോക്കി. നൂഡിൽസിന് എന്താ ടേസ്റ്റ് ഉണ്ടാവില്ലേ? യാമി കെറുവോടെ ചോദിച്ചു. ഇതിനൊക്കെ ആരുണ്ടാക്കിയാലും ഒരേ ടേസ്റ്റ് അല്ലേടി മാമി, അതിനിത്ര ചോദിക്കാനെന്താ? ശിവ അലസമായി ചോദിച്ചതും യാമിയുടെ കണ്ണുകൾ അവനെ നേർക്ക് കൂർത്തു. അല്ലെങ്കിലും നിന്റെ അടുത്ത് നിന്നൊരു നല്ല വാക്ക് പ്രതീക്ഷിച്ച എന്നെ പറഞ്ഞാൽ മതി. വെട്ടുപോത് നോക്കിക്കോ, ഇനി ഞാൻ നിനക്കൊന്നും ഉണ്ടാക്കി തരില്ല. യാമി തെല്ലൊരു ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ നീ ഇവിടെ ദിവസവും എനിക്കുള്ളത് വച്ചുണ്ടാക്കി കാത്തിരിപ്പല്ലേ? ശിവ അവളേക്കാൾ ചൊടിയോടെ ചോദിച്ചു. യാമി അവനെ നോക്കി ശരിക്കൊന്ന് കണ്ണുരുട്ടി. കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല, ഉള്ളതല്ലേ പറഞ്ഞത്. നീ വാതിൽ തുറന്നു തരാൻ തുടങ്ങിയതിൽ പിന്നെ ഞാൻ എന്നും പട്ടിണിയാ. എൻ്റെ സരസ്വ ആയിരുന്നെങ്കിൽ എന്നെ ചോറ് തന്നിട്ടേ കിടത്തു. നൂഡിൽസ് മുഴുവൻ കഴിച്ച് കോഫിയും കുടിച്ച് എഴുന്നേറ്റ് കൊണ്ടവൻ അവളെ നോക്കി പറഞ്ഞു. അത് ഞാൻ നിന്നോട് ചോദിക്കാറില്ലേ കഴിക്കാൻ വേണമെന്ന്? നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അതല്ലേ? ശിവ അങ്ങനെ പറഞ്ഞതും യാമി ആകെ വല്ലാതെയായിപ്പോയി. എപ്പോൾ ചോദിച്ചു? ഒരു ദിവസം എന്തോ ചോദിച്ചു, പിന്നെ ചോദിച്ചോ? ശിവ ബാത്റൂമിൽ കയറി വാ കഴുകി ബെഡിനരികിലേക്ക് വന്ന് ചോദിച്ചു. ഒരു ദിവസമൊന്നുമല്ല, ഞാൻ 1-2 തവണ നിന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കരുതി നീ സച്ചുവേട്ടൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് വരുന്നതെന്ന്. യാമി മുഖം വീർപ്പിച്ചൊരു പരിഭവം പോലെ പറഞ്ഞു. അതെ, അതെൻ്റെ ഭാര്യ വീടാണല്ലോ, 4 നേരം അവിടെ പോയി വെട്ടി വിഴുങ്ങി വരാൻ. ശിവയുടെ കണ്ണും മുഖം ഒരുപോലെ അവൾക്ക് നേരെ കൂർത്തു. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു പോയി. എന്തേ? അവളുടെ നോട്ടം കാണി അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഇപ്പോൾ ഭാര്യ വീടല്ലെങ്കിലും ഭാവിയിലാക്കാനുള്ള പ്ലാൻ ഉണ്ടല്ലോ നിനക്ക്. അപ്പോൾ 4 നേരം അവിടുന്ന് കഴിച്ചെന്ന് കരുതി ആരൊന്നും പറയുന്നില്ല. യാമി ചൊടിയോടെ പറഞ്ഞു. അത് ഭാര്യ വീടായി കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അപ്പം ഞാൻ 4 അല്ല 8 നേരം അവിടുന്ന് തന്നെ കഴിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മോളെ എന്നെ നോക്കിയിരിക്കാതെ കിടക്കാൻ നോക്ക്. ശിവ ബെഡിലേക്ക് കിടന്ന് അവളേക്കാൾ ചൊടിയോടെ പറഞ്ഞു. ഞാൻ എനിക്ക് തോന്നുമ്പോൾ കിടക്കും, നീ ആരെന്നെ കിടത്താൻ?
ഇത്രയും നേരം എന്തൊരു നല്ല സ്വഭാവമായിരുന്നു, ഇപ്പോൾ വയറ് നിറഞ്ഞപ്പോൾ തനി വെട്ടുപോത്ത്. യാമി പെറുപെറുത്തു. ഇതൊന്ന് പെറുപെറുക്കാതെ കിടന്നുറങ്ങാൻ നോക്കടി മാമി. നിന്റെ നൂഡിൽസിന് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു പോരെ. ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ട് കിടത്തിക്കൊണ്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ഓ, വലിയ കാര്യമായിപ്പോയി. യാമി ചെരിഞ്ഞു കിടന്ന് പുതപ്പെടുത്ത് മൂടി പുതച്ചുകൊണ്ടൊരു കൊഞ്ഞനം കുത്തലോടെ പറഞ്ഞു. കാര്യം പറഞ്ഞതാടി മാമി, കൊള്ളാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ളൊരു നൂഡിൽസ് കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. മൂടിപ്പുതച്ച് കിടക്കുന്നവളെ നോക്കി അവനൊരു ചിരിയോടെ പറഞ്ഞു. അത് നീ പറയുന്നു വേണ്ട, എനിക്ക് തന്നെ അറിയാം. യാമി ചൊടിയോടെ അവനോട് പറഞ്ഞെങ്കിലും പുതപ്പിനുള്ളിലെ ആ ഇരുട്ടിൽ അവളുടെ അധരങ്ങളിൽ തെളിഞ്ഞു നിന്നതത്രയും മനോഹരമായൊരു പുഞ്ചിരിയായിരുന്നു. നേരെ നോക്കി ഡ്രൈവ് ചെയ്യാബി. ഇവിടെ എത്തുമ്പോൾ നിന്റെ വണ്ടിക്ക് തീരെ സ്പീഡ് ഉണ്ടാവില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് നീ കരുതരുത്. ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഡ്രൈവ് ചെയ്യുന്ന അബിയെ നോക്കി അജു ദേഷ്യത്തോടെ പറഞ്ഞു. അജുവിൻ്റെ ആ സംസാരം കേട്ടാണ് മറ്റേതോ ആലോചനയിരുന്ന യാമി ചെറിയൊരു ഞെട്ടലോടെ ചുറ്റും നോക്കുന്നത്. പാറുവിൻ്റെ കോളേജിന് മുന്നിലൂടെയാണ് തങ്ങളിപ്പോൾ പോകുന്നത് എന്ന് കണ്ടതും യാമി ഫ്രണ്ട് മിററിലൂടെ അബിയെ ഒന്ന് നോക്കി. അജുവിൻ്റെ ദേഷ്യം കൊണ്ടൊരു വല്ലായ്മയോടെയാണ് അവൻ്റെ ഇരിപ്പ്. അബിയേട്ടനെ ആരെങ്കിലും കാണാൻ വേണ്ടിയാവില്ല അജുവേട്ടാ ഇവിടെ എത്തുമ്പോൾ കാർ സ്ലോ ആക്കുന്നത്. അതിനിങ്ങനെ ചൂടാവുന്നത് എന്തിനാ? യാമി അജുവിനെ നോക്കി കെറുവോടെ ചോദിച്ചു. ആ, അങ്ങനെ അവനിപ്പോൾ ആരെയും കാണണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദേഷ്യപ്പെടുന്നത്. പിന്നെ യാമി ഇതിൽ ഇടപെടേണ്ട. അജു കുറച്ച് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അയ്യേ, ഇതെന്ത് മനുഷ്യനാ? ഞാൻ പറയുന്നത് അബിയേട്ടൻ്റെ കാര്യമല്ലേ, അല്ലാതെ അജുവേട്ടൻ്റെ കാര്യമൊന്നും അല്ലല്ലോ, ആണോ? യാമി ഇഷ്ടക്കേട് നിറഞ്ഞൊരു ചോദ്യത്തോടെ അവനെ നോക്കി. അബിയുടെ കാര്യം നീ നോക്കണ്ട. അജു അവളെ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു. അത് അജുവേട്ടനല്ല, അബിയേട്ടൻ പറയട്ടെ. നോട്ടത്തിൻ്റെ മൂർച്ച യാമിയും ഒട്ടും കുറച്ചില്ല. അയ്യോ, രണ്ടുപേരും ഒന്ന് നിർത്തിയേ. ഇതിപ്പോൾ രുദ്രനേക്കാൾ വലിയ വഴക്കാണല്ലോ നിങ്ങൾ തമ്മിൽ. ഇന്നലത്തെ പോലെ യാമിയും അജുവും തമ്മിൽ ഒരു വഴക്കിന് ഒരുങ്ങുകയാണെന്ന് കണ്ടതും അബി പെട്ടെന്ന് പറഞ്ഞു. ഈ അജുവേട്ടനല്ലേ ഓരോന്ന് പറഞ്ഞു വരുന്നത്? മനസ്സ് നിറയെ കുശുമ്പ. യാമി ഒരു ഈർഷ്യയോടെ പറഞ്ഞുപോയി. കുശുമ്പ് നിന്നെ മറ്റവനാടി. അജു കലിയോടെ യാമിക്ക് നേരെ തിരിഞ്ഞതും യാമി നേരെ തിരിഞ്ഞതും അബി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. തന്നെ അത്രമേൽ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കുന്ന അജുവിൻ്റെ മുഖം കാണെ യാമി വല്ലാത്തൊരു ഭാവത്തോടെ അവനെ തിരിച്ചു നോക്കി. താൻ കണ്ടതുപോലെയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല അവൻ്റെ സ്വഭാവം. അതിലും നീചമാണെന്ന് തോന്നിപ്പോയി യാമിക്ക്. അജു, ദേ നോക്ക്, നിന്റെ ദേഷ്യം ഇത്തിരി കൂടുതലാ. എന്നോടുള്ള ദേഷ്യം വെറുതെ യാമിയോട് തീർക്കേണ്ട നീ. യാമിയെ കലിയോടെ നോക്കുന്ന അജുവിനെ നോക്കിക്കൊണ്ട് അബി പറഞ്ഞതും അജു അവനെ ദേഷ്യത്തോടെ നോക്കി. വിട്ടുകളയാൻ മനസ്സ് അനുവദിക്കുന്നില്ലടാ. അബി ഒരു ദയനീയ ഭാവത്തിൽ അവനെ നോക്കി. എന്നാ നീ വിട്ടുകളയണ്ടടാ. ഞാൻ പറഞ്ഞില്ലേ, നിനക്കെന്നും അവൻ്റെ എച്ചിൽ തിന്നാനാ യോഗം. പെണ്ണിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ. എടാ, അവൾ നിന്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് അവൾക്ക് നിന്നെയല്ല രുദ്രനെയാ ഇഷ്ടമെന്ന്. അത് കേട്ട് വിട്ട് കളഞ്ഞതല്ലേ നീ. ഇപ്പോൾ രുദ്രൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ പിന്നെയും അവളുടെ പിന്നാലെ നടപ്പ് തുടങ്ങി. എന്ത് കണ്ടിട്ടാ? ദേ ഈ ഇരിക്കുന്നവളെ ഉണ്ടല്ലോ, അവൻ ഏത് നിമിഷം പുല്ല് പോലെ വലിച്ചെറിയും. എന്നിട്ട് അവളെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. അത് നീ കണ്ണുകൊണ്ട് കാണേണ്ടിയും വരും. നിന്റെ അച്ഛൻ നിന്നെക്കൊണ്ട് അവളെ ചേട്ടത്തിന്ന് വേണേ വിളിപ്പിക്കും. നോക്കിക്കോ, ഞാനാ പറയുന്നത്. അജു അത്രയും രോക്ഷത്തോടെ അബിയെ നോക്കി പറഞ്ഞതും യാമിയാണ് ശരിക്കും ഞെട്ടിയത്. അപ്പോൾ ശിവയെ ഇഷ്ടമാണെന്ന് പാറു അബിയേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അവളൊരു പകപ്പോടെ അബിയെയും അജുനെയും നോക്കി. ദേ, ഇവളെ അടക്കം നിന്റെ അച്ഛൻ നിനക്ക് കണ്ടുപിടിച്ചത് അവൻ്റെ എച്ചിലല്ലേ? അബിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചതും യാമിയുടെ കണ്ണുമുഖവും ആകെ മാറി. അവനെ പറഞ്ഞതിന് നല്ല നാലങ്ങോട്ട് പറയണം എന്നുണ്ടായിരുന്നു എങ്കിലും താനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ഈ വിഷയം മാറുമോ എന്നൊരു സംശയത്തിൽ അവളൊന്നും മിണ്ടാതെ അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. ഡാ, അങ്ങനെയൊന്നും അല്ലടാ. അച്ഛൻ അറിയില്ലല്ലോ ഒന്നും. ഞാൻ പറഞ്ഞില്ലേ, രുദ്രൻ യാമിയെ വിവാഹം കഴിച്ചു എന്ന് അച്ഛൻ അറിയുന്നത് വളരെ വായിക്കുക. അതറിഞ്ഞ പാടെ എന്നോട് പറയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്കതറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയത്. അത് പാറുവിൻ്റെ കാര്യം ഓർത്ത് മാത്രമല്ല, നമ്മളൊക്കെ കാരണം ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് നടന്നവനല്ലേ അവൻ. അവനങ്ങനെ വാശിയിൽ നടക്കുമ്പോൾ അവന് മുന്നിൽ ഞാൻ എങ്ങനെയാണ് സന്തോഷമായി ജീവിക്കുക? എനിക്കത് കഴിയില്ലടാ. പക്ഷേ ഇപ്പോൾ എനിക്കാ വിഷമമില്ല. നമ്മളോടുള്ള വാശിക്കാണെങ്കിലും ഒന്നുമല്ലാതെയുള്ള ആ നടപ്പ് നിർത്തി കമ്പനിയിൽ കയറിയില്ലേ. ഇഷ്ടമല്ലെങ്കിൽ കൂടി ഭാര്യയായി യാമയും അവൻ്റെ കൂടെയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ യാമയെ സ്നേഹിക്കും. നീ നോക്കിക്കോ. അബി നിറഞ്ഞ കണ്ണുകളോടെ അജുവിനെ നോക്കി പറയും. യാമിക്ക് എന്തൊക്കെയോ മനസ്സിലായി, എന്നാൽ ഒന്നും മനസ്സിലായതുമില്ല. ആര്? രുദ്രൻ. അതും ഇവളെ. നിനക്കെന്താ അബി? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞെന്ന് കരുതി ഒരുത്തിയോട് സ്നേഹവും പ്രേമവും ഒക്കെ തോന്നാനത് ഞാനോ നീയോ അനിയേട്ടനോ ഒന്നുമല്ല, ശിവരുദ്ധാണ്. ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും മുന്നിൽ തലയും കുനിക്കാത്തവൻ.
ഇത്രയും കാലം പോറ്റി വളർത്തിയ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് പോലും മനസ്സലിവില്ലാത്തവനല്ലേ ഇവളെ കണ്ടാൽ ഇഞ്ഞു പോകുന്നത്. നടക്കില്ല. ഇവളെ വേണ്ടെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് തന്നെയാണ്. ഒരിക്കലും ആ തീരുമാനം മാറ്റില്ല. അത് ദേ ഈ ഇരിക്കുന്നവൾ ഒഴികെ നീയും ഞാനും അടക്കം നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും അറിയാം, ഇല്ലേ? യാമിയുടെ കണ്ണിൽ നോക്കി അവൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പരിഹാസത്തോടെ നോക്കിക്കൊണ്ടാച്ചു ചോദിച്ചതും അബി മറുപടിയേ ഇല്ലാതെ ഇരുന്നു പോയി. അവർക്ക് മുന്നിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ അവളിരുന്നെങ്കിലും ഒരിക്കലും സ്വന്തമാവാത്ത തൻ്റെ പ്രണയത്തെ ഓർക്കെ അവളുടെ നെഞ്ചിനുള്ളിൽ നിന്നും അവൾ പോലും അറിയാതെ ഒരു നിലവിളി ഉയർന്നുപോയി. സ്വന്തമല്ല, ഒരിക്കലും സ്വന്തമാവില്ല എന്ന് ഹൃദയത്തെ പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ അവനോടൊപ്പമുള്ള നിമിഷങ്ങളുടെ മധുരത്തിൽ എപ്പോഴോ മറന്നു പോയിരിക്കുന്നു. താൻ വീണ്ടും അവൻ്റെ സ്നേഹം കൊതിക്കുന്ന യാചകയായി മാറിപ്പോകുന്നു. ആ നിമിഷം അവളെപ്പോലെ തന്നെ തൻ്റെ പ്രണയത്തെ ഓർത്ത് വിങ്ങുന്ന ഒരു മനസ്സോടെ അബിയും മൗനമായി ഇരുന്നു. ഇരുവരുടെയും ദുഃഖം മനസ്സിലാക്കിയ പോലെ പുറമേ ഒരു നിരാശഭാവത്തോടെ ഉള്ളിലൊരു വിജയ ചിരിയോടെ ഇരുന്നു. ഓഫീസിൽ എത്തുവോളം അവർക്കിടയിൽ പിന്നെ സംസാരങ്ങളൊന്നും നടന്നില്ല. മൂവരും തീർത്തും മൗനമായി പോയി. യാമിയുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളായിരുന്നു. എല്ലാത്തിനുമുള്ള മറുപടി ആരാരിൽ നിന്നറിയും എന്നൊരു ചോദ്യവും അവളിൽ നിറഞ്ഞു നിന്നു. അജു, ഡാ, ഞാൻ അച്ഛൻ്റെ കൂടെ പോവുക. രാത്രി ഒത്തിരി വൈകാൻ നിൽക്കാതെ യാമിയെ കൂട്ടി വീട്ടിലേക്ക് പോകണം നീ. അനിയേട്ടൻ ഇന്ന് മില്ലില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ നിന്നും ശേഖരനൊപ്പം എങ്ങോട്ടോ പോകാനായി ഇറങ്ങിയ അബി അജുവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അജു അവനെ ഒന്ന് നോക്കി തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഡാ, പിന്നെ അവളോട് വഴക്കിനൊന്നും നിൽക്കരുത് പ്ലീസ്, അബി ഒരു അപേക്ഷ പോലെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. നീ എന്താടാ അങ്ങനെ പറഞ്ഞ്? ഇന്ന് അങ്ങനെയൊക്കെ അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, അല്ലാതെ യാമയോട് എനിക്ക് എന്ത് ദേഷ്യം? അജു ഒരു നിഷ്കളങ്കനെ പോലെ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചതും അബി ആ പുഞ്ചിരിയിൽ വിശ്വസിച്ചു കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അജുവിൻ്റെ അടുത്ത് നിന്ന് അബി നേരെ പോയത് യാമയുടെ അടുത്തേക്കായിരുന്നു പോയത്. യാമ അവിടെ എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു. അബി ഒരു ചിരിയോടെ അവളിരിക്കുന്നതിന് മുന്നിലായി പോയിരുന്നു. മാഡം ഭയങ്കര ബിസിയാണല്ലോ, അബി ഒരു കളിയായി ചോദിച്ചു. പിന്നല്ലാതെ ഭയങ്കര ബിസിയാണ് സർ, പോയി കുറച്ച് കഴിഞ്ഞ് വരും. ഇത് കണ്ടോ, ഇന്നിറങ്ങും മുന്നേ ഇതൊക്കെ അനിയേട്ടന് മെയിലായി അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അറിയോ? യാമി കുറച്ചധികം പേർപ്പസ് കാണിച്ചുകൊണ്ട് അവനോട് ചിരിയോടെ പറഞ്ഞു. ആഹാ, എന്നും നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ആവുന്നില്ല. പിന്നെ ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെ ഇറങ്ങോട്ടോ. അജു ഉണ്ടാവും ഇവിടെ, അവൻ്റെ കൂടെ അങ്ങ് വന്നേക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബി ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഹാ, എന്നാൽ രണ്ടിലൊരാളെ ഇന്ന് വീട്ടിലെത്തും, യാമി അവനെ നോക്കി തമാശ പോലെ പറഞ്ഞു. അതൊന്നും ഇല്ലടോ, അവൻ എന്നോടുള്ള ദേഷ്യത്തിൽ അപ്പം എന്തൊക്കെയോ പറഞ്ഞു പോയതാ, താനതൊന്നും കാര്യമാക്കണ്ട. അബി അവളെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മി. ആയിക്കോട്ടെ, ഞാനൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ എന്നോടൊന്ന് പറയായിരുന്നു കേട്ടോ പാറുവിൻ്റെ കാര്യം, യാമി ഒരു പരിഭവം പോലെ അവനോട് പറഞ്ഞു. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ലടോ, അന്ന് താൻ കേട്ടതൊക്കെ അവൾ എന്നോടൊരിക്കൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അബി അവളിരിക്കുന്നതിന് തൊട്ടു മുന്നിലേക്ക് ആഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. യാമി അവൻ്റെ കണ്ണിലേക്ക് സംശയത്തോടെ നോക്കി. എനിക്ക് ആ പൊട്ടാസിനെ ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നടോ. അവളുടെ 18ാം വയസ്സിലെ പിറന്നാളിന് ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞു. അബി അല്പം രഹസ്യമായി യാമയോട് പറഞ്ഞു. എന്നിട്ട്? യാമി ആകാംക്ഷയോടെ അവനെ നോക്കി. എന്നിട്ടെന്ത്? അവൾക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാന്നും രുദ്രനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നും അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നൊമ്പരം വിങ്ങുന്നുണ്ട് എങ്കിലും അവനൊരു ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. എന്നിട്ട് അബേട്ടൻ എന്ത് പറഞ്ഞു? യാമി അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഞാനെന്ത് പറയാൻ, ഒരു ആൾ ദ ബെസ്റ്റും പറഞ്ഞിങ്ങ് പോന്നു, അബി സരസമായി പറഞ്ഞു. അല്ല, ശിവയ്ക്ക് ഇഷ്ടമാണോ പാറുവിനെ? വല്ലാത്തൊരു നെഞ്ചിടിപ്പോടെ അവൾ ചോദിച്ചു. തൻ്റെ കഴുത്തിൽ അവൻ താലി കെട്ടിയെന്ന് അറിയുന്നത് വരെ ഞാൻ കരുതിയത് അവൻ അവളെ തിരിച്ചു ഇഷ്ടമാണെന്നായിരുന്നു. പക്ഷേ അവൻ അവളെ കുഞ്ഞോളെ പോലെയാണടോ. അല്ലായിരുന്നെങ്കിൽ രുദ്രൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. സംസാരിച്ച് നിൽക്കാൻ നേരില്ല, അച്ഛൻ തായെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറക്കണ്ട, വഴക്കൊന്നും കൂടാതെ രണ്ടാളും അങ്ങ് വന്നേക്കണം. അബി നിറഞ്ഞ ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന ഭാരം ഇപ്പോൾ ഒരല്പം കുറഞ്ഞതുപോലെ തോന്നി യാമിക്ക്. പക്ഷേ ശിവ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഓർക്കെ അവന് പാറുവിന് ഇഷ്ടമാണോ എന്നൊരു തോന്നലും തോന്നാതിരുന്നില്ല. വൈകിട്ട് 5:30 ആയപ്പോഴാണ് അജു യാമയുടെ അടുത്തേക്ക് വന്നത്. പോകാം, അവൻ അവൾക്ക് മുന്നിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഇറങ്ങാം, ദേ ഇതൂടെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്, യാമി അവനെ നോക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അവളുടെ ജോലി തുടർന്നു. അജു അവൾക്ക് മുന്നിലുള്ള കസേരയിൽ ചാഞ്ഞിരുന്ന് കണ്ട അവളെ മൊത്തമായി ഒന്ന് നോക്കി. ഒരു ബ്ലാക്ക് ചുരിദാറാണ് അവളുടെ വേഷം.
നെറ്റിയിൽ നന്നേ ചെറിയ കറുത്തൊരു പൊട്ടും, കഴുത്തിൽ അധികം ഇറക്കമില്ലാത്ത താലിയും. അജുവിൻ്റെ കണ്ണുകൾ അവിടുന്ന് താഴേക്ക് നീങ്ങി. ചുരിദാറിൻ്റെ ഷാൾ കഴുത്തിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കഴുത്തും കഴിഞ്ഞ് മാറിൻ്റെ ഉയർച്ചയിൽ കണ്ണുകൾ ഉടക്കിയതും അജുവിൻ്റെ ചുണ്ടുകൾ എന്തിനോ വിരിഞ്ഞു. യാമിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അജു അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു. സ്റ്റാഫുകൾ ഓരോന്നും പോയി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാവും, കുറച്ചൊരു ദേഷ്യമൊക്കെയുണ്ട്. യാമി അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. എന്തിന്? ഞാൻ യാമിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ? അജു സൗമ്യമായി തന്നെ ചോദിച്ചു. ദേഷ്യം തോന്നാൻ ഒരാൾ നമ്മളെ ദ്രോഹിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ അജുവേട്ടാ. അതല്ലാതെ തന്നെ എത്ര കാര്യങ്ങളുണ്ട്. യാമി ഇടയ്ക്കൊരു നോട്ടം അവനെ മിഴി ഉയർത്തി നോക്കിക്കൊണ്ട് പറയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകൾ തൻ്റെ നെഞ്ചിലേക്കാണെന്ന് തോന്നി ഷാളൊന്ന് നേരെയിട്ടു. ഓ, അങ്ങനെയാണെങ്കിൽ എന്നേക്കാൾ ദേഷ്യമാവുമല്ലോ രുദ്രനോട്. അവനൊരു പുച്ഛഭാവത്തിൽ അവളെ നോക്കി. ഇല്ല, ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി തെല്ലൊരു മനസ്സുറപ്പോടെ തന്നെ പറഞ്ഞു. വെറുതെ കള്ളം പറയണ്ടേ യാമി, എനിക്കറിയാം നിൻ്റെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണെന്ന്. നിനക്ക് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന നിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടാ ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. സത്യത്തിൽ എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല, മറിച്ച് ഇഷ്ടമേ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ സ്റ്റാഫും പോയി കഴിഞ്ഞു എന്ന് ചുറ്റും നിരീക്ഷിച്ചുറപ്പിച്ചു വരുത്തിക്കൊണ്ടവൻ വല്ലാത്തൊരു ഭാവത്തിൽ യാമയോട് പറഞ്ഞതും യാമയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ അവളൊരു ചോദ്യഭാവത്തിൽ മുഖമുയർത്തി നോക്കി. എനിക്കറിയില്ല നിന്നോട് എന്തെങ്ങനെ പറയണമെന്ന്, ബട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം. എനിക്കൊപ്പം ജീവിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല. ആ രുദ്രൻ്റെ അടുത്ത് നിന്നെ രക്ഷിക്കണമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരാതെ. നിനക്കിഷ്ടമുള്ളത് പഠിക്കാം, ഞാൻ ഉണ്ടാകും എല്ലാത്തിനും സപ്പോർട്ടായി. നിന്നെ സ്നേഹിക്കാത്തവൻ്റെ കൂടെ അവൻ്റെ അവഗണന സഹിച്ച് നിൽക്കാതെ എനിക്കൊപ്പം വന്നൂടെ നിനക്ക്? അജു തൻ്റെ ഹൃദയം തുറന്ന് കാണിക്കും വിധം കണ്ണുകൾ നിറച്ച് അത്രമേൽ വൈകാരികമായി പറഞ്ഞു. അപ്പോൾ ശിവയുടെ എച്ചിലായി എന്നെ അജുവേട്ടൻ പൊന്നുപോലെ നോക്കുമെന്നാണ് ഈ പറയുന്നത്? യാമി പരിഹാസം കലർന്നൊരു ചിരിയോടെ അവനെ നോക്കി ചോദിച്ചതും അജുവിൻ്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. യാമി! അവൻ ദേഷ്യം കടിച്ചമർത്തി കൊണ്ട് വിളിച്ചതും യാമി അവന് നേർക്ക് കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ രാവിലെ പറഞ്ഞത് തന്നെയാ ശരി. നിങ്ങൾക്കുണ്ടല്ലോ എൻ്റെ ശിവയോട് നല്ല അസൂയുണ്ട്, എന്തിനോ വല്ലാത്ത വൈരാഗ്യവും ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സത്യം. യാമി അവനെ നോക്കി വെറുപ്പോടെ പറഞ്ഞതും അജുവിൻ്റെ മുഖഭാവം നന്നേ മാറി, ഒരു വന്യത നിറഞ്ഞു. ഓ, അപ്പം ഈ കഴിഞ്ഞ 2-3 മാസം കൊണ്ട് തന്നെ മോളെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലേ? തന്നെ മനസ്സിലാക്കിയതോ അതോ അവന് കിടന്നു കൊടുത്തപ്പോൾ കാതിൽ കിട്ടിയ രഹസ്യമോ? അജു ഒരു വഷളം ചിരിയോടെ അവളെ നോക്കി ചോദിച്ചതും യാമിക്ക് ദേഷ്യവും അതോടൊപ്പം തന്നെ ഭയവും തോന്നി. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നേരമായതും സ്റ്റാഫൊക്കെ പോയതും താൻ ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ. എന്ത് ബുദ്ധിമോശമാണ് ഈ കാണിച്ചത്? അവൾ വല്ലായ്മയോടെ അതിലേറെ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഓരോന്ന് ഓർത്തുപോയി. മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞൊരു ബുദ്ധിമുട്ടാവാതെ ഒപ്പം നിർത്താനല്ലേ യാമി ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ നീ എന്തിനാണിങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടിയാണോ? അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് അവനെ? അത് ചുണ്ടിൽ പകയെരിയുന്ന ഒരു ചിരിയോടെ ചോദിക്കെ മാറുന്ന അവൻ്റെ മുഖഭാവം സംസാര രീതിയും നോക്കി യാമി പകച്ചു നിന്നുപോയി. നീയല്ല, ഈ ലോകത്തൊരാളും അവനെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ സമ്മതിക്കില്ല യാമി. അല്ലെങ്കിൽ തന്നെ നീ എന്ത് കണ്ടിട്ട് അവൻ്റെ പിന്നാലെ പോകുന്നത്? രൂപത്തിൽ അവനപ്പോൾ ഒക്കില്ലെങ്കിലും ബാക്കിയൊക്കെ എല്ലാ ആണുങ്ങൾക്കും ഒന്ന് തന്നെയാടി. അവനേക്കാൾ നന്നായി നിന്നെ വല്ലാത്തൊരു ഭാവത്തോടെ യാമയുടെ മുഖത്തിന് നേർക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞു വന്നതും യാമി അവനെ പിന്നോട്ട് തള്ളി മുഖം താഞ്ഞടിച്ച് കഴിഞ്ഞിരുന്നു. ഡി പനം മോളെ, നീ ആരാന്നാടി നിന്റെ വിചാരം? അജു ഒരു അലർച്ചയോടെ യാമിയുടെ നേർക്ക് വന്നതും യാമി പേടിയോടെ പിന്നോട്ട് നീങ്ങി. അവനൊരു ചരട് കഴുത്തിൽ കെട്ടിത്തന്നെന്ന് കരുതി ഇങ്ങനെ ഇങ്ങ് നെകളിക്കല്ലേ മോളെ. ചെവി അറിയാതെ കൊന്നു തള്ളിയപ്പോലും ചോദിക്കാൻ വരാൻ ആരുമില്ലെന്ന് ഓർമ്മ വേണം. നീ എന്താടി കരുതിയേ? ആ വീട്ടിൽ അവൻ്റെ പെണ്ണായി ഇനിയുള്ള കാലം വിലസി ജീവിക്കാമെന്നോ? നടക്കില്ലടി. അതിനീ അജയ് ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരില്ലാത്തവനായി അവനാ വീട്ടിൽ ജീവിക്കണം. അതെൻ്റെ വാശിയാ. അവനെ സ്നേഹിക്കാൻ ഒരാൾ പോലും ഉണ്ടാവരുത്. ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ നിന്ന് തന്നെ അങ്ങ് തീർത്താ ആ കുറ്റം ആർക്കാ വരാമെന്നറിയോ? അവന്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയും അവൻ നിന്നെ കൊന്നതാണെന്ന്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. പക്ഷെ ഞാൻ നിന്നെ കൊല്ലില്ല. എനിക്കറിയാം നിനക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നീ സ്നേഹിക്ക്. നിന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം നീ അവനെ സ്നേഹിക്ക്. ഞാൻ ബെറ്റ് വയ്ക്കുന്നു, നിന്നെ അവൻ തിരികെ സ്നേഹിക്കില്ല യാമി. ഒരിക്കലും സ്നേഹിക്കില്ല. അജു അത്രയും ഉറപ്പോടെ കുടിലമായൊരു ചിരിയോടെ പറയെ യാമിക്ക് അവന് മുന്നിൽ പകപ്പോടെ നിൽക്കാനല്ലാതെ ഒന്നും ആയില്ല. ഇപ്പോൾ
ഈ നിമിഷം ഇവിടെ വെച്ച് നിന്നെ എനിക്ക് വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം. പക്ഷേ ഇവിടെ ഓഫീസിനകത്ത് വെച്ച് ഞാനത് ചെയ്യില്ല. എന്നെരുതി നിന്നെ വെറുതെ വിടാനും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടോ നീ ആ ബ്ലാക്ക് താറ്? അതവിടെ നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നീ ഇറങ്ങേണ്ട താമസം. നിന്നെ ഞാൻ പൊക്കും. യാമിയുടെ കണ്ണിൽ നോക്കി വന്യമായൊരു ചിരിയോടെ പറഞ്ഞതും യാമി ഞെട്ടലോടെ അവർ നിൽക്കുന്ന ഭാഗത്തുള്ള ഗ്ലാസ്സിലൂടെ പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ടു അവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട ആ വണ്ടി. പിന്നെ മറ്റൊരു കാര്യം, സപ്പോസ് നീ സേഫായി വീട്ടിൽ തിരിച്ചെത്തി, അവിടെ ചെന്ന എല്ലാവരോടും ഇവിടെ നമ്മൾ തമ്മിൽ നടന്നതൊക്കെ പറഞ്ഞ് എന്നെ ഒരു വില്ലനാക്കാനാണെങ്കിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അത് വെറുതെയാ. നീയല്ല, നിന്റെ മറ്റവൻ സാക്ഷാൽ ശിവരുദ്ധ് വിചാരിച്ചിട്ട് പോലും എൻ്റെ മേലുള്ള വിശ്വാസം ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാ നീ. ഇനി അഥവാ നീ അതൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഇത്രയും നാൾ നിന്റെ വീട്ടിൽ നീ എങ്ങനെയായിരുന്നോ നീ ജീവിച്ചത് അതുപോലെ, അതായത് ഒരു മനോനില തെറ്റിയ ഒരു ഭ്രാന്തിയെ മുദ്ര കുത്തി ഇവിടെയും നീ ജീവിക്കേണ്ടി വരും. അതെനിക്ക് വെറും മിനിറ്റുകൾ കൊണ്ട് മതി. പിന്നെയുള്ളത് രുദ്രൻ. അവൻ നീ ചത്താൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കില്ല. സോ അവിടെയും ഞാൻ സേഫ്. ഇപ്പോൾ യാമിക്ക് എന്നോട് കുറച്ച് ഭയമൊക്കെ തോന്നുന്നില്ലേ? അജുമല്ലേ അവൾക്ക് മുന്നിലേക്ക് വന്ന് ചോദിച്ചതും യാമി നെഞ്ചിരിപ്പോടെ പിന്നോട്ട് നീക്കി. ഇതാണ് ഈ ഭയം. ഇനി എന്നോട് സംസാരിക്കുമ്പോൾ ഇത് വേണം. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കാം. എപ്പോഴും പറയുന്നു, നിന്നെ അന്വേഷിച്ച് വരാൻ ആരില്ല യാമി. ഇവിടെയിട്ട് നിന്നെ ഞാൻ പിച്ചി ചീന്തിയാൽ പോലും നീ സ്നേഹിക്കുന്നവൻ തിരിഞ്ഞു നോക്കില്ല. അജു യാമിയുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദേഹത്തൊരാൾ അനുവാദമില്ലാതെ തൊട്ടെന്നും അവന് 2 കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞ അത് ചെയ്യാൻ ശിവരുദ്ധ് കെട്ടിയ ഈ താലി എൻ്റെ കഴുത്തിൽ ഇല്ലെങ്കിൽ പോലും അവൻ വരും. കാണണം നിങ്ങൾക്കത്. അത്രയും നേരം നെഞ്ചിരിപ്പോടെ അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ പതറി നിന്നവൾ വല്ലാത്തൊരു രോഷത്തോടെ ചോദിച്ചതും അജുവിൻ്റെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. പിന്നെ ഞാനായി നിങ്ങളെക്കുറിച്ചൊന്നും ആരോടും പറയില്ല. എനിക്കറിയാം പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ലെന്ന്. പക്ഷേ എല്ലാവരും എല്ലാം അറിയുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. ഇന്ന് ആ വീട്ടിൽ ആരുമില്ലാത്തവനെ പോലെ കഴിഞ്ഞവനില്ലേ, അവനാവും അവിടെയെല്ലാം. ഒരു പക്ഷേ അന്നത്തെ നിങ്ങളുടെ മുഖം കാണാൻ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളെൻ്റെ വാക്കുകൾ ഓർക്കും. ഇതുറപ്പാണ്. ഉള്ളം ഭയത്താൽ വിറയ്ക്കുമ്പോഴും യാമി വല്ലാത്ത വീറോടെ അവനോട് പറഞ്ഞു. നമുക്ക് കാണാം. അജു ഒരു ചിരിയോടെ അവളുടെ കഴുത്തിൽ മെല്ലെ ഒന്ന് ഒഴിയാൻ തുടങ്ങിയതും യാമി അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് പിന്നോട്ട് നീങ്ങി. ഒന്നടങ്ങ് യാമി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അബിയും അങ്കിളും അനിയേട്ടനും ഒക്കെ വീട്ടിലെത്തണമെങ്കിൽ രാത്രി 10 മണിയെങ്കിലും ആവും. അപ്പോഴേ നീ വീട്ടിലെത്തിയില്ലെന്ന കാര്യം അവരറിയൂ. എൻ്റെ ഭാഗം അത് ഞാൻ ക്ലിയറാക്കി വെക്കും. ബാക്കിയൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ബൈ. യാമിയെ നോക്കിയൊരു വൃത്തികെട്ട ചിരിയോടെ ദേഷ്യമാണെന്നൊരു നോട്ടത്തോടെ പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്ന് താഴേക്ക് നടന്നതും നേരെ വീണൊരു ശ്വാസത്തോടെ വല്ലാത്തൊരു വെപ്രാളത്തോടെ യാമി ചുറ്റും നോക്കി. ആരുമില്ല. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ATM കാർഡ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഓട്ടോയോ മറ്റോ വിളിച്ച് വീട്ടിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അജു പറഞ്ഞ പോലെ ആ കാർ അതവിടെ തന്നെ നിൽക്കുന്നുണ്ട്. താൻ പുറത്തിറങ്ങുന്നതും കാത്ത് അവനുണ്ടാകും അതിൽ. അതോർക്കെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല യാമയ്ക്ക്. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മനുഷ്യമൃഗങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന തൻ്റെ ഈ ജന്മത്തെ ഓർത്തവൾക്ക് സ്വയം ദേഷ്യം തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ആ വൃത്തികെട്ടന് മുന്നിൽ തോറ്റുകൊടുക്കരുത് എന്നൊരു വാശിയും അവളുടെ ഉള്ളിൽ നിറഞ്ഞു. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് പുറത്തു നിൽക്കുന്ന ആ കാറിലേക്ക് ഒന്നുകൂടെ നോക്കിക്കൊണ്ടവൾ വേഗം ബാഗിൽ നിന്നും അവളുടെ ഫോൺ എടുത്തു. ശിവയെ വിളിക്കണം. പക്ഷേ അവൻ്റെ നമ്പർ അത് അവളുടെ കയ്യിലില്ല. എന്തു ചെയ്യുമെന്ന് യാമി ഒരു വെപ്രാളത്തോടെ ഓർത്തു. പിന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞോളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഇത് എവിടെയാ? വന്നില്ലേ? കോൾ എടുത്തതും കുഞ്ഞോളൊരു ചിരിയോടെ ചോദിച്ചു. അൻവി, എനിക്ക് ശിവയുടെ നമ്പറൊന്ന് തരൂ പ്ലീസ്, പെട്ടെന്ന് വേണം. യാമി ധൃതിയിൽ പറഞ്ഞു. എന്തു പറ്റി? ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ യാമി? വെപ്രാളം പിടിച്ചുള്ള സംസാരം കേൾക്കി കുഞ്ഞോളൊരു സംശയത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല, എനിക്ക് ശിവയുടെ നമ്പർ വേണം. ഒരത്യാവശ്യ കാര്യം പറയാനാ. യാമി തൻ്റെ കിതപ്പും വെപ്രാളവും നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടനിപ്പോൾ സച്ചൂച്ചൻ്റെ അടുത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഫോൺ എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നമ്പർ വാട്സാപ്പ് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ സച്ചൂച്ചൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്ക്. അൻവി സൗമ്യമായി പറഞ്ഞുകൊണ്ട് വേഗം അവൾക്ക് നമ്പർ അയച്ചു കൊടുത്തു. അൻവി നമ്പർ അയച്ചതും സമയം ഒട്ടും കളയാതെ യാമി ശിവയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കെ ഫോൺ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണേ ഈശ്വര എന്ന് സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടവൾ കോൾ ചെയ്തിരുന്നത്. ഹലോ. വല്ലാത്തൊരു ഗൗരവത്തോടെയുള്ള ശിവയുടെ ശബ്ദം കാതിൽ കേട്ടതും അവളുടെ അധരങ്ങൾ വിതുമ്പിപ്പോയി. ശിവ,
ഇപ്പോൾ കരഞ്ഞു പോകും എന്നുള്ള പോലെയുള്ള യാമിയുടെ സ്വരം. ഹാ, നീയാണോ? എന്താടി മാമി? ആ ശബ്ദത്തിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞതുപോലെ അവൻ അലസമായി ചോദിച്ചു. സച്ചുവിനൊപ്പം അവൻ്റെ വീട്ടുമുറ്റത്തിരിക്കുകയാണവൻ. അവർ മാത്രമല്ല, സച്ചുവിൻ്റെ അച്ഛനും അമ്മയും പാറും ഒക്കെയുണ്ട്. ശിവ, ഞാൻ ഇവിടെ ഓഫീസിലാണ്. ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി. നീ എന്നെ ഒന്ന് വിളിക്കാൻ വരുമോ പ്ലീസ്? എനിക്ക് തനിച്ച് വരാൻ പേടിയാണ്. യാമി ഏറെ ദയനീയമായി അവനോട് പറഞ്ഞു. ഈ നേരത്ത് നിനക്കവിടെ എന്താടി ജോലി? ശിവ തെല്ലി ചൊടിയോട് ചോദിച്ചുകൊണ്ട് അവർക്ക് അടുത്തു നിന്നും എഴുന്നേറ്റ് കുറച്ച് ദൂരേക്ക് നടന്ന്. കുറച്ചധികം ജോലിയുണ്ടായിരുന്നു. ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. പ്ലീസ് ഒന്ന് വരൂ, യാമി കെഞ്ചി. എങ്ങോട്ട് വരാൻ? ആ കമ്പനിയിലേക്കോ? നടക്കില്ല മോളെ, ഞാൻ വരില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത്? ഞാനാണോ നിന്നെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച്? അല്ലല്ലോ. അപ്പം എൻ്റെ മോളോ വരെ വിളിച്ച് പറ, ഒറ്റയ്ക്ക് ആ പേടിയാവുന്നു, വിളിക്കാൻ വാന്ന്. ശിവ ചെറിയ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞതും യാമി കണ്ണു നിറച്ച് ചുണ്ട് വിതുമ്പി നിന്നുപോയി. ശിവ പ്ലീസ് ഒന്ന് വാ, യാമി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റില്ല മാമി. നീ നിൻ്റെ അമ്മായിച്ചനെ വിളിച്ചു പറ കാര്യം. ഞാൻ അങ്ങോട്ട് വരില്ല. ശിവ തീർത്തു പറഞ്ഞുകൊണ്ട് ആ കോൾ ഒരു ഈർഷ്യയോടെ കട്ട് ചെയ്തു കളഞ്ഞു. യാമി ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഇരുന്നു പോയി. അവൻ പറഞ്ഞ പോലെ മറ്റാരെയെങ്കിലും വിളിച്ചാലോ എന്ന് ചിന്തിച്ചെങ്കിലും ഈ ഒരു നിമിഷം അവനെ അല്ലാതെ മറ്റാരെയും വേണ്ടെന്നൊരു തോന്നൽ. യാമി കാലുകൾ ചുരുട്ടി പിടിച്ചൊരു മൂലയിലേക്കിരുന്നു. കരച്ചിലടക്കി എന്തൊരു വിധിയാണിത്. ഒരത്യാവശ്യമുണ്ട്, ഞാൻ ഇറങ്ങാം. കോൾ കട്ട് ചെയ്തതും അസ്വസ്ഥമായ മനസ്സോടെ ശിവ സച്ചുവിനെ നോക്കി കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് നടന്നു. എന്താടാ പ്രശ്നം? സച്ചു വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ നാളെ പറയാം. ശിവ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ പെണ്ണിത് മനുഷ്യനെ മെനക്കെടുത്താൽ. അല്പം വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൻ ഞൊടിഞ്ഞുപോയി. ഒപ്പം തന്നെ കുഞ്ഞോളെ വിളിച്ച് ബൈക്കിൻ്റെ കീ താഴേക്ക് ഇടിയിപ്പിച്ചുകൊണ്ട് അവൻ വേഗം ബൈക്കെടുത്ത് ഓഫീസിലേക്ക് വിട്ടു. ഓഫീസിൻ്റെ ഗേറ്റിന് മുന്നിൽ അവൻ്റെ ബൈക്ക് നിന്നതും വാച്ച്മാൻ അവനെ കണ്ട് അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. ശിവ ലൈറ്റ് തെളിയുന്ന 3rd ഫ്ലോറിലേക്കൊന്ന് നോക്കിക്കൊണ്ട് യാമയെ കോൾ ചെയ്തു. എന്താ? ശിവയെ കണ്ടതും ആ വാച്ച്മാൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അയാൾക്ക് അവൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അകത്താളില്ലേ? ശിവ ഫോൺ കാതോരം വെച്ച് മുകൾ നിലയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, എല്ലാവരും പോയി. അയാൾ അവനെപ്പോലെ മുകളിലേക്ക് നോക്കി പറഞ്ഞു. താഴെ തറയിൽ കരഞ്ഞു കിടന്നവൾ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും പെട്ടെന്ന് എടുത്തു നോക്കുന്നതിനൊപ്പം വേഗം എഴുന്നേറ്റൊരു പ്രതീക്ഷയോടെ താഴേക്ക് നോക്കി. അവിടെ ബൈക്കിനരികിൽ നിൽക്കുന്ന ശിവയെ ഒരു നോട്ടമേ കണ്ടുള്ളൂ. ഈ ലോകം തന്നെ പിടിച്ചടക്കിയൊരു സന്തോഷത്തോടെ അവൾ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു. അയ്യോ, മേഡം അകത്തുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓടി വന്ന് ശിവയെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് കരയുന്ന യാമയെ കണ്ടതും അയാൾ ഒരു വല്ലായ്മയോടെ ക്ഷമാപണത്തോടെ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ യാമ അവനെ വന്ന് കെട്ടിപ്പിടിച്ചതും ശിവ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അപ്പാടെ തൻ്റെ നെഞ്ചിലേക്ക് അമർന്ന അവളുടെ ദേഹം ശിവയുടെ നെഞ്ചിൽ ഇന്നുവരെ തോന്നാത്തൊരു സ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. എന്താടി, പേടിച്ചു പോയോ? ആദ്യമായി അവനിൽ ഒരു പിടപ്പ് നിറഞ്ഞുപോയി. നെഞ്ചിലേക്ക് അമറുന്നവളെ അവൻ മെല്ലെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. യാമി അവനെ കൂടുതൽ ശക്തമായി പുണർന്നു. അവൻ്റെ നെഞ്ചിൽ അവളുടെ കണ്ണുനീർ നനവ് പടർന്നതിനൊപ്പം മുഖം അവിടെ അമർന്നു. എന്താടി മാമി? ശിവ ചുറ്റുപാടും ഒന്ന് നോക്കി. ഈ പെണ്ണിനിത് എന്ത് പറ്റിയെന്ന ഒരു അത്ഭുതത്തിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ബൈക്കിനടുത്തേക്ക് നടന്നുമല്ലേ. സത്യം പറഞ്ഞ നെഞ്ചിലേക്ക് അമർന്ന അവളുടെ ദേഹസ്പർശം അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ അവളെ മെല്ലെ അകറ്റി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും യാമി ഒരു ഇഞ്ച് പോലും അവൻ്റെ നെഞ്ചിൽ നിന്നും അകന്നില്ല. അത്രമേൽ ഒട്ടിച്ചേർന്നു നിന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എത്ര നേരം ചേർത്ത് പിടിച്ചിട്ടും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല. ഒരു പേടിയോടെ തെന്നിലേക്ക് കൂടുതൽ ഒട്ടുന്നു എന്ന് കാണ ശിവ അവളോട് ഗൗരവത്തോടെ ചോദിച്ചു. യാമി പെട്ടെന്ന് തന്നെ ഇല്ലെന്ന് തലയനക്കി. പിന്നെ എന്തിനാടി മോങ്ങുന്നത്? ഞാൻ വന്നില്ലേ? അവനവളെ നോക്കി പതിവ് ചോടിയോടെ ചോദിച്ചു. നീ എന്തിനാ വരില്ല എന്ന് പറഞ്ഞേ? യാമി കുരഞ്ഞുകൊണ്ട് അവളുടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ നീ വിളിക്കുമ്പോൾ ദാ വരുന്നു എന്നും പറഞ്ഞോടി വരാൻ നീ എൻ്റെ ആരാ? അവനൊരു കണ്ണുരുട്ടലോടെ ചോദിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്ന് ബൈക്കിലേക്ക് കയറിയിരുന്നു. നീ എൻ്റെ ഭർത്താവല്ലേ? യാമിയും കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒപ്പം അവന് പിന്നിൽ കയറിയിരുന്നു കൊണ്ട് മെല്ലെ ആ നിർത്തിയിട്ട് കാറിലേക്ക് നോക്കി. അവിടെ തങ്ങളെ നോക്കി വല്ലാത്തൊരു അമ്പരപ്പിൽ കാറിലിരുന്ന അജുവിൻ്റെ മുഖം പോസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ യാമി വ്യക്തമായി കണ്ടു. ശിവയെ അവിടെ കണ്ട് വിശ്വാസം വരാതെ പകച്ചിരുന്ന അജുവിനെ നോക്കി യാമിയുടെ ചുണ്ടിൽ അത്രയും നേരം ഇല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അവനെ ഒരു വിജയഭാവത്തിൽ നോക്കി. ഒപ്പം ശിവയുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ദേഹത്തേക്ക് തല ചായച്ചിരുന്നു അവൾ. ബൈക്ക് മുന്നോട്ടെടുക്കാൻ നിന്നവൻ്റെ പുരുകം അവളുടെ ആ പ്രവൃത്തിയിൽ വില്ലുപോലെ വളഞ്ഞു. പിന്നെ ചുണ്ടിൻ്റെ കോണിൽ ഒതുക്കി വെച്ചൊരു ചിരിയോടെ ആ ബൈക്ക് മുന്നോട്ടെടുത്തു അവൻ.
വീടെത്തുവോളം അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ദേഹത്ത് തലചായ്ച്ച് തന്നെയായിരുന്നു യാമി ഇരുന്നത്. അവൾ എന്തിനോ പേടിച്ചു പോയിട്ടുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശിവ മറ്റൊന്നും പറയാതെ അവളുടെ ഇഷ്ടത്തിനിരിക്കട്ടെ എന്ന് കരുതി. വളരെ വേഗത്തിൽ അത്രയും ശക്തിയാർന്ന ഒരു കുത്തൊഴുക്ക് പോലെയായിരുന്നു ആ യാത്ര. ഒരു സെക്കൻഡ് പോലും എവിടെയും നിൽക്കാതെ വളഞ്ഞു പൊളഞ്ഞു കൊണ്ടൊഴുകിയ ബൈക്ക് അവരുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോഴാണ് പിന്നെ നിന്നത്. ബൈക്ക് നിന്നതും അവൻ പറയാതെ തന്നെ യാമി ബൈക്കിൽ നിന്നും ഇറങ്ങി. അകത്തേക്ക് ചെന്ന തനിച്ചെങ്ങനെ വന്നെന്ന് ചോദിക്കും. നീ എന്തു പറയും? ശിവ ഒരു ചോദ്യത്തോടെ അവളെ നോക്കി. എന്താ പറയണ്ടേ? ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ ചുണ്ടിൽ ഒതുക്കിയ ചിരിയോടെ യാമി അവനെ നോക്കി ചോദിച്ചു. അതെനിക്കെങ്ങനെ അറിയാനാടി മാമി, നീയല്ലേ വന്നത്? അവനൊരു ചൊടിയോടെ അവളെ നോക്കി. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഓഫീസിന് മുന്നിൽ നിന്നൊരു ഓട്ടോ കയറി ഇവിടെ വന്നിറങ്ങിയെന്ന്. അതുപോരെ? യാമി അതേ ഭാവത്തിൽ ചിരി ഒതുക്കി പറഞ്ഞതും ശിവയുടെ ചുണ്ടിലും എവിടെയൊക്കെ ഒരു പുഞ്ചിരി ഒളിച്ചു നിന്നു. നിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു അതിന്? ശിവ പിന്നെയും അവളെ നോക്കി ചോദിച്ചു. ഉണ്ടായിരുന്നു, യാമി പറഞ്ഞു. ആര് തന്നു? അതാരാ തന്നെ? യാമി സംശയം കലർന്നൊരു ഭാവത്തിൽ അവനെ നോക്കി. എന്നോടാണോ ചോദിക്കുന്നത്? പറ, കാശ് ആര് തന്നു? ശിവ അവളെ നോക്കി കണ്ണുരുട്ടി. എന്നെ നോക്കി കണ്ണുരുട്ടാതെ ആര് തന്നതെന്ന് പറയേണ്ടത് പറ ശിവ, ഇല്ലെങ്കിൽ ഞാൻ നീ തന്നെന്ന് പറയും. യാമി ചൊടിയോടെ അവനെ നോക്കി പറഞ്ഞു. എങ്കിൽ നിന്റെ മരണം എൻ്റെ കൈക്കൊണ്ടാവും. ഓട്ടോക്കാരനോട് കാശാരും തന്നില്ല, നാളെ ഓഫീസിൽ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞെന്ന് പറ, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങിയെന്ന് പറ. ശിവ ബൈക്കിൽ നിന്നിറങ്ങിക്കൊണ്ട് അവളോട് പറഞ്ഞതും യാമി ശരിയെന്നപ്പോൾ തലയാട്ടി. ഇട്ട് കുലുക്കാതെ അകത്തേക്ക് കയറിപ്പോടി. തല കുലുക്കി നിൽക്കുന്നവളുടെ തലയ്ക്ക് ഒരു തട്ട് കൊടുത്തുകൊണ്ടാണ് അവളെ മുന്നോട്ട് തള്ളി. തള്ളാതെടെ ദുഷ്ട, ഞാൻ പോവാ, യാമി കെറുവോടെ പറഞ്ഞു. എന്നാ പോ, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? അവൻ്റെ തള്ളലിൽ അല്പം മുന്നോട്ട് നീങ്ങിപ്പോയ യാമി തിരികെ അവൻ്റെ ബൈക്കിനടുത്തേക്ക് തന്നെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. 9 മണി ആയില്ല, ഇപ്പോൾ തന്നെ അങ്ങോട്ട് വന്നിട്ട് എവിടെ എന്തിനാ? ശിവ ചൊടിയോടെ അവളെ നോക്കി. ഇവിടെ ഞാനില്ലേ? യാമി ബൈക്കിൻ്റെ ഹാൻഡിൽ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊരു നാണഭാവത്തിൽ പറഞ്ഞതും അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അയ്യടാ, കൂട്ടിരിക്കാൻ പറ്റിയൊരു സാധനം, കണ്ടാലും മതി. പൊന്നു മോളെ, ഒറ്റയ്ക്ക പേടിയാവുന്നു എന്ന് മൂങ്ങി വിളിച്ച് പറഞ്ഞതുകൊണ്ടും ഈ സാഹചര്യത്തിൽ നിനക്ക് വല്ലതും പറ്റിയാൽ ആ കുറ്റം എൻ്റെ വീട്ടുകാരൻ്റെ നെഞ്ചത്തേക്ക് ചാർത്തിത്തരും എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നീ വിളിച്ചപ്പോൾ ഞാൻ വന്നത്, അല്ലാതെ നിന്നോടുള്ള പ്രേമം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. മനസ്സിലായോ? ശിവ അല്പം ദേഷ്യത്തോടെ യാമയെ നോക്കി ചോദിച്ചതും അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ആ സന്തോഷം കെട്ടുപോയത് നിമിഷ നേരം കൊണ്ടാണ്. മനസ്സിലായോന്ന്? ഒന്നും മിണ്ടാതെ തൻ്റെ കണ്ണിലേക്ക് നോക്കുന്നവളെ നോക്കി അവൻ ഒന്നുകൂടെ വീണ്ടും ചോദിച്ചു. മനസ്സിലായി, യാമി ചെറിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു. എന്തു മനസ്സിലായി? ശിവ അവളെ ഉറ്റുനോക്കി മതിലിനടുത്തേക്ക് നടന്ന് അവിടെ സിറ്റൗട്ടിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോയെന്ന് നോക്കി. നിനക്കെന്നെ ഇഷ്ടമല്ല, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇതിപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ കൊച്ചൻ നിൻ്റെ തലയിലേക്ക് വരുമെന്ന് കരുതിയിട്ടാണ് വിളിക്കാൻ വന്ന്. പിന്നെ നിനക്കിഷ്ടം പാർവതിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അവളെ നീ വിവാഹം കഴിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സഹായം നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതൊന്നും എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്ന് കരുതണം. ഇത്രയല്ലേ ഉള്ളൂ. തെല്ല് ദേഷ്യത്തോടെ തന്നെ യാമി അവനെ നോക്കി ചോദിച്ചതും വീട്ടുമുറ്റത്തേക്ക് നോക്കുകയായിരുന്ന ശിവ താൻ പറയാത്തത് കൂടെ പറയുന്നവളെ ചെരിഞ്ഞൊന്ന് നോക്കി. എന്തേ, ശരിയല്ലേ പറഞ്ഞത്? അവൻ്റെ നോട്ടം കാണെ യാമി വീർത്ത മുഖത്തോടെ ചോദിച്ചു. 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ആവുന്ന കാര്യം നിന്റെ തന്ത വന്ന് പറയും. പിന്നെ മുണ്ടും മടക്കി കുത്തിയൊരു കെറുവോടെ അവൻ അവൾക്ക് നേരെ വന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറയാം. അല്ല, 4 മാസവും 15 ദിവസവും കഴിഞ്ഞാൽ നമ്മൾ ഡിവോഴ്സ് നടക്കും. പിന്നെ നിനക്ക് നിൻ്റെ വഴിയും എനിക്ക് എൻ്റെ വഴിയുമായിരിക്കും. പോരെ? യാമി ചോദിച്ചു. മതി, ഇനി പോയിക്കോ. ശിവ താഴെ ഒന്ന് തടവി അവളുടെ ആ നിൽപ്പും ഭാവം അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നീ വരുന്നില്ല? യാമി പിന്നെയും ചോദിച്ചു. ഇല്ല, നീ പൊക്കോ, എനിക്കെൻ്റെ പാറൂട്ടി ഒന്ന് കാണാം. ശിവ കാര്യഭാവത്തിൽ പറഞ്ഞു വന്നതും യാമി അത് മുഴുവൻ കേൾക്കാതെ വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ചെറിയൊരു ചിരിയോടെ അവളെ നോക്കി നിന്നവൻ. അവൾ വീട്ടിലേക്ക് കയറിയതിനു ശേഷമാണ് ബൈക്കെടുത്ത് അവിടെ നിന്ന് പോയത്. നിങ്ങൾ വന്നോ? എന്താ വൈകിയേ? അകത്തേക്ക് വന്ന യാമിയെ കണ്ടതും സുഭദ്രാമ്മ ഒരു ചിരിയോടെ തിരക്ക്. കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതാ. യാമി വാടിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആണോ? അല്ല, അവരൊക്കെ എവിടെ? യാമിയോടൊപ്പം ആരും അകത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതും സുഭദ്രാമ്മ സംശയത്തോടെ അവൾക്ക് പിന്നിലേക്ക് നോക്കി. അവരൊക്കെ ഇന്ന് വൈകും അമ്മേ. ആനിയേട്ടൻ ഇപ്പോൾ വിളിച്ചിരുന്നു. യാമി വന്നില്ലേ എന്ന് ചോദിച്ചു. അജു പോയല്ലോ. റൂമിൽ നിന്നും ഹാളിലേക്ക് വന്ന് താനു യാമയെ നോക്കി ചിരിയോടെ ചോദിച്ചതും യാമി അവളെ നോക്കി പതർച്ചയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അജു പോയോ? എങ്ങോട്ട്? അല്ല, ഈ രാത്രി മോള് തനിച്ചാണ് അവിടുന്ന് പോകുന്നത്?
സുഭദ്രാമ്മ ആദ്യയോടെ എഴുന്നേറ്റ് യാമിയുടെ അടുത്തേക്ക് വന്നു. അതമ്മേ, അച്ഛനും അനിയേട്ടനും അബിയും ഇന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു. യാമിയും അജുവും ആയിരുന്നു ഓഫീസിൽ. അവരിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അജുവിന് ചെറിയമ്മ വിളിച്ചത്. ചെറിയച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന്. അത് കേട്ടാൽ പിന്നെ അജുവിന് സമാധാനം ഉണ്ടാവോ? കേട്ട പാതി കിട്ടിയ ടിക്കറ്റ് എടുത്ത് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, മുകുന്ദന് ഇത് എന്ത് പറ്റി പെട്ടെന്ന്? എന്നിട്ട് അവൾ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ഈശ്വര. സുഭദ്രാമ്മ ആവലാതിയോടെ അവരുടെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല അമ്മേ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അജു പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നമ്മളോട് പറയാതിരിക്കോ? ചെറിയമ്മ പിന്നെ ആ തിരക്കിൽ വിളിക്കാൻ വിട്ടുപോയി കാണും. അമ്മ സമാധാനമായിട്ടിരിക്ക്. കോൾ ചെയ്യുന്നതിൽ നിന്നും അമ്മയെ തടഞ്ഞുകൊണ്ട് താനു പറഞ്ഞതും യാമി ശരിക്കൊന്ന് അതിശയിച്ചു പോയി. താൻ ഇങ്ങോട്ട് പോന്നു എന്നറിഞ്ഞപ്പോഴേക്കും ആർക്കും സംശയം തോന്നാത്ത വിധം അവൻ അവൻ്റെ കാര്യം സേഫ് ആക്കിയിരിക്കുന്നു. എന്തൊരു കുറുക്കനാണവൻ. ശിവയെ തനിക്കൊപ്പം അവൻ കണ്ടതാണ്. അത് പക്ഷേ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല താനും. ഇനി ചിലപ്പോൾ ശിവയോട് താൻ അവനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തെന്ന് കരുതി പേടിച്ച് സ്ഥലം വിട്ടതാവുമോ? യാമി ഓർക്കാതിരുന്നില്ല. യാമി എന്ത് ചെയ്യാ ആലോചിക്കുന്നേ? ചെന്ന് ഫ്രഷായി വാടോ. വൈകിട്ടത്തെ ചായയൊന്നും കുടിച്ചില്ലല്ലോ. ആലോചനയിൽ നിൽക്കുന്ന യാമയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് താൻ പറഞ്ഞതും യാമി അവരെ രണ്ടാളെയും നോക്കി ഒരു ചിരിയോടെ റൂമിലേക്ക് നടന്നു. രാത്രി 10 മണിയോടെയാണ് രാജശേഖരനും അബിയും മനിയും എല്ലാം വീട്ടിലേക്ക് തിരികെ വന്നത്. വന്ന പാടെ അവർ യാമിയെ കണ്ട് തനിച്ചു വരാൻ ബുദ്ധിമുട്ടായോ പേടിച്ചോ എന്നൊക്കെ കരുതലോടെ ചോദിച്ചു. യാമി എല്ലാത്തിനും ഇല്ലെന്ന് തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാലും തന്നെ ആരെ വിശ്വസിക്കാനാണ്? വർഷങ്ങളായി ഒരു മകനായി തന്നെ കൂടെ നിർത്തി വളർത്തിയത് ഒരു ചെന്നായിയാണെന്ന് ഇന്നലെ വന്ന് കയറി ഞാൻ പറഞ്ഞ ഇല്ല, ഒരിക്കലുമില്ല. ശിവയ്ക്കല്ലാതെ മറ്റൊരാൾക്കും അജുവിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പം ആരോടൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. യാമി മനസ്സിൽ ഉറപ്പിച്ചു. ഓട്ടോ വിളിച്ചു വരാനുള്ള കാശ് അജു പോകുമ്പോൾ തന്നിരുന്നില്ലടാ. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കെ അബി യാമയോടായി ചോദിച്ചു. ഇല്ല, തന്നില്ല. യാമി പെട്ടെന്ന് പറഞ്ഞതും ശേഖരൻ അബിയെ ഒന്ന് നോക്കി. തന്നില്ലേ? പിന്നെ താനെങ്ങനെ വന്നു? അവനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ തൻ്റെ കയ്യിൽ കാശ് തരണമെന്ന്. അബി സംശയത്തോടെ ചോദിച്ചു. അറിയില്ല അബേട്ടാ, ചിലപ്പോൾ മറന്നതാവും. ഞാൻ അവിടെയുള്ള സെക്യൂരിറ്റിയുടെ ഒരു 100 രൂപ കടം വാങ്ങിച്ചു. അങ്ങനെയാണ് വന്നത്. എല്ലാത്തിനും അജുവിനെ നല്ലവനാക്കാൻ വയ്യെന്ന പോലെ യാമി സ്വാഭാവികമായി പറഞ്ഞു. പോകുന്ന ടെൻഷനിൽ വിട്ടുപോയതാവും. അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യില്ല. അജു യാമിയുടെ കാര്യം സേഫാക്കാതെ പോയത് ഇഷ്ടപ്പെടാത്ത പോലെ അബിയെ നോക്കുന്ന രാജശേഖരനെ നോക്കി അനി പറഞ്ഞു. എന്നാലും ഒരു പെൺകുട്ടിയല്ലേ അനിമോനെ, അങ്ങനെ ചെയ്യാവോ? ആ ദുഷ്ടന്മാരെങ്കിലും പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നേ എന്താവുമായിരുന്നു അവസ്ഥ? ദൈവാനുഗ്രഹം കൊണ്ടാ ഒരാപത്തും കൂടാതെ ഇതങ്ങ് തിരിച്ചെത്തി. അടുക്കള മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന സരസ്വതമ്മ കെറുവോടെ പറഞ്ഞു. അത് ശരിയാട്ടോ ശേഖരേട്ടാ, അവന് മോളെ ഒരു ഓട്ടോ കയറ്റി കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. സുഭദ്രാമയും പറഞ്ഞു. ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ വന്നില്ലേ? അപ്പോൾ കുഞ്ഞോളൊരു വല്ലായ്മയോട് ചോദിച്ചതും യാമി ഒന്ന് നെട്ടി. ഹാ, നല്ല കഥയായി. എൻ്റെ യാമി, അവനെ വിളിക്കുന്ന നേരം കൊണ്ട് നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വന്നെന്നെ വിളിക്കാൻ. കുഞ്ഞോളോട് ചോദ്യം കേട്ട് താനൊരു പരിഹാസ ചിരിയോടെ യാമിയെ നോക്കി പറഞ്ഞു. രുദ്രനെ വിളിച്ചിരുന്നു യാമി? ശേഖരൻ ഒരു ഗൗരവത്തോടെ യാമിയോട് ചോദിച്ചു. വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. താൻ കാരണം മറ്റൊരു കുറ്റം കൂടി അവൻ്റെ പേരിൽ വന്നൂടാന്ന് കരുതി യാമി പെട്ടെന്ന് പറഞ്ഞു. കിട്ടിയാലും രുദ്രൻ കുഞ്ഞ് പോകത്തൊന്നുമില്ല. സരസ്വതിയമ്മ ആരോടൊന്നില്ലാതെ മെല്ലെ പറഞ്ഞു. യാമി ആരെയും നോക്കാതെ മെല്ലെ കഴിച്ചെണീറ്റ് നേരെ അടുക്കളയിലേക്ക് ചെന്നു. യാമിക്കൊരു വിലയും കൽപ്പിക്കാതെയുള്ള ശിവയുടെ പെരുമാറ്റം അവിടെ എല്ലാവരെയും ഒരു വല്ലായ്മയിലെത്തി. ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവളെ അംഗീകരിക്കും എന്നൊരു വിശ്വാസത്തിലാണവർ. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നെല്ലാവരും ഉറപ്പിച്ചു തുടങ്ങി. 11:30 മണിയോടെയാണ് യാമി ശിവയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാനായി താഴേക്ക് വന്നത്. ആദ്യം തന്നെ അവളുടെ കണ്ണുകൾ ഉടക്കിയത് ശിവയെ കാത്തുനിന്നോണം ഹാളിലിരിക്കുന്ന ശേഖരനിലാണ്. ശേഖരനെ അവിടെ കണ്ടതും യാമിക്കാകെ ഒരു നിരാശയാണ് തോന്നിയത്. അവൾക്കറിയാം അച്ഛനും മകനും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുമെന്ന്. അതും താൻ കാരണം. ഈ നേരത്തൊരു വഴക്ക് വേണ്ട ശേഖരേട്ടാ, നാളെ നേരം വെളുത്തിട്ട് സംസാരിക്കാം. സുഭദ്രാമ്മ അയാളെ നോക്കി ദയനീയമായി പറഞ്ഞു. യാമിയുടെ മനസ്സും അത് തന്നെ പ്രാർത്ഥിച്ചു. ശേഖരന് റൂമിലേക്ക് പോകാൻ തോന്നണേ എന്ന് അവളുടെ മനസ്സ് മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ശേഖരൻ അവനോട് സംസാരിക്കണം എന്നുറപ്പിച്ച് അവിടെ തന്നെ ഇരുന്നു. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞതും ശിവ ഡോറിൽ തട്ടിയതും യാമി ഒരു ഞെട്ടലോടെ ശേഖരനെ നോക്കി. യാമി നിൽക്ക്, ഞാൻ തുറക്കാം വാതിൽ. ശേഖരൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. ശേഖരേട്ടാ, സുഭദ്രാമ ഒരു അപേക്ഷ പോലെ വിളിച്ചെങ്കിലും അയാളത് കേൾക്കാതെ ചെന്ന് ഡോർ തുറന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛനെ മുന്നിൽ കണ്ടതും ശിവ ഒന്ന് സ്റ്റക്കായി പോയെങ്കിലും
പിന്നെ മെല്ലെ അച്ഛനെ നോക്കാതെ അകത്തേക്ക് കയറി മുന്നോട്ട് നടന്നു. രുദ്ര, ഇപ്പോൾ സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ശേഖരൻ ഗൗരവത്തോടെ ചോദിച്ചതും ശിവ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. യാമിയുടെ കണ്ണുകൾ ശിവയിൽ മാത്രമാണ്. അർദ്ധരാത്രി നീ കയറി വരുമ്പോൾ നിനക്ക് വാതിൽ തുറന്നു തരാനാണോ ഈ കുട്ടി ഇവിടെ നിന്റെ ഭാര്യയായി കഴിയുന്നത്? ശേഖരൻ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് കുട്ടി തന്നെ വാതിൽ തുറന്നു തരണമെന്നില്ല, ആര് തുറന്നാലും മതി. തെല്ല് കൂസലില്ലാതെ അവൻ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. രുദ്ര, നീ ഇതെന്ത് ഭാവിച്ച? ഈ കുട്ടി അവൾ നിന്റെ ഭാര്യയാ. ശേഖരൻ എന്തോ കാര്യമായി പറഞ്ഞു വന്നതും ശിവ കൈ ഉയർത്തി അച്ഛനെ തടഞ്ഞു. എൻ്റെ ഭാര്യയല്ല, നിങ്ങളുടെ മരുമകൾ. അങ്ങനെ പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. എനിക്കും ഇവൾക്കും തമ്മിൽ മറ്റൊരു ബന്ധവും ഇല്ല. പിന്നെ ഇക്കാര്യം പറഞ്ഞ് ഇനി ഇതുപോലെ ഉറക്കൊഴിച്ചാലും കാത്തിരിക്കേണ്ട. അന്ന് പറഞ്ഞതേ ഇന്ന് പറയാനുള്ളൂ. ഇന്നീ പറയുന്നതേ ഇനി എന്നും ശിവ പറയൂ. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവനെ പോലെ ആരെയും നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ടവൻ റൂമിലേക്ക് നടന്നു. ആ നിമിഷം ശേഖരൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയത് യാമി ശരിക്കും കണ്ടു. അച്ഛനാണെന്ന യാതൊരു അവകാശവും സ്ഥാനവും അവൻ അയാൾക്ക് കൊടുക്കുന്നില്ല എന്ന് തോന്നി യാമിക്ക്. വാശിയാണ്. അച്ഛൻ പറയുന്നതൊന്നും അംഗീകരിക്കില്ല എന്ന വാശി. പക്ഷെ എന്തിന്? അതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. മോള് പോയി കിടന്നോ? ആലോചനയോടെ നിൽക്കുന്ന യാമിയുടെ പുറത്തുനിന്ന് മെല്ലെ തട്ടിക്കൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞതും യാമി ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കി. ശേഖരൻ അപ്പോഴേക്കും റൂമിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. യാമി സുഭദ്രാമ്മയെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് വേഗം റൂമിലേക്ക് നടന്നു. അമ്മായിച്ചന് കൂട്ടുപിടിച്ച് അവകാശം സ്ഥാപിക്കാൻ നിന്നതാണോ മാമി നീ? റൂമിലേക്ക് കയറി വന്നവളെ നോക്കി ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു കൊണ്ടവൻ ചോടിയോടെ ചോദിച്ചു. പിന്നെ എനിക്കതല്ല ജോലി, എനിക്കൊരവകാശവും വേണ്ട. ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ ഒരു കെറുവോടെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഒരവകാശവും വേണ്ടേ? അലക്കാനുള്ള ഷർട്ട് ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടവൻ അരികിലേക്ക് വന്നവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു. നുള്ളാതെ, ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് അവകാശം ചോദിച്ച് വാങ്ങിത്തരാൻ ഞാൻ പിടിച്ചു നിർത്തിയതൊന്നും അല്ല. യാമി അവൻ്റെ കൈ തട്ടിമാറ്റി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും ശിവ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി.